ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 16. തിരികെ നേടിയ ആയുർവേദശാലയിലേക്ക് അച്ഛനെയും അനിയത്തിയെയും കൂട്ടിയെത്തിയ അനന്തന്റെ സന്തോഷം അല്പനേരത്തിനകം തന്നെ ഇല്ലാതെയായി. മുത്തശ്ശൻ കാരണം തന്റെ അച്ഛന് നഷ്ടപ്പെട്ട ലൈസൻസ് എങ്ങനെ തിരികെ നേടുമെന്നതായിരുന്നു പിന്നീട് അവന്റെ മനസ്സിൽ. അവർ ആ ആയുർവേദശാലയ്ക്ക് ചുറ്റും നടന്നു. അവിടെ അവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെട്ട ഇടം ആ ഔഷധത്തോട്ടം തന്നെയായിരുന്നു. ഇപ്പോൾ അവിടം കൂടുതൽ മനോഹരമായിട്ടുണ്ട്. പണ്ട് നട്ട തൈകൾ പലതും മരങ്ങളായി മാറിയിട്ടുണ്ട്. ഔഷധ സസ്യങ്ങളുടെ മനം മയക്കുന്ന ഗന്ധം ശ്വസിക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു ഉണർവ് വരുന്നത് അനന്തൻ തിരിച്ചറിഞ്ഞു. ഈ ഹോസ്പിറ്റലിന് ഇപ്പോഴും അച്ഛന്റെ പേര് തന്നെയാണല്ലോ. ഇതെന്താ പിന്നീട് വാങ്ങിച്ചവർ അത് മാത്രം മാറ്റാതിരുന്ന? അനന്തൻ ചോദിച്ചു. അച്ഛന്റെ പേരില് ഈ ഹോസ്പിറ്റലിന് നല്ല പ്രസിദ്ധി നേടാൻ കഴിഞ്ഞല്ലോ. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ അവർ ആ പേരിൽ തന്നെ തുടർന്നത്, അരുന്ധതി പറഞ്ഞു. ഈ സ്ഥാപനത്തില് സേതുവിനും അവകാശമുണ്ടെന്ന് ഞാൻ കേട്ടത് നേരാണോ? അനന്തൻ അരുന്ധതിയോട് ചോദിച്ചു. അതേട്ടാ, കുറച്ച് കാശ് അയാളും ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ അഹങ്കാരം വേണ്ടോളം ഉണ്ട് താൻ, അരുന്ധതി മുഷിച്ചിലൂടെ പറഞ്ഞു. ഈ ഡിസ്പെൻസറിയുടെ ഡയറക്ടർ സ്ഥാനത്ത് ആ സേതുവിന്റെ അമ്മ തന്നെയായിരുന്നു. അവരുടേതാണ് ഈ ബുദ്ധി. സേതുവിന്റെ അമ്മ സിന്ധുവിന്റെ മുഖം അനന്തന്റെ മനസ്സിലൂടെ കടന്നുപോയി. താൻ സുരഭിയെ വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ തന്റെ അമ്മായിയമ്മയായി മാറേണ്ടിയിരുന്ന സ്ത്രീ. ഇത്രയും അത്യാഗ്രഹിയും കുബുദ്ധിയുമായ ഒരു സ്ത്രീ വേറെ ഉണ്ടാകില്ല. അനന്തൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കഴിഞ്ഞ 2 വർഷത്തിനിടെ അവർക്ക് ഈ ഡിസ്പെൻസറി കൈക്കലാക്കാൻ കഴിഞ്ഞുവെന്ന്. വാസുദേവനും ഇക്കാര്യം ഓർത്ത് നല്ല വിഷമം തോന്നി. താൻ എത്ര കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഹോസ്പിറ്റലാണ്. 40-ലധികം ശ്രേഷ്ഠരായ വൈദ്യന്മാർ ഇവിടെ ജോലി ചെയ്തിരുന്നു. കുറെ അത്യാഗ്രഹികൾ അത് കയ്യേറി വെച്ചിരുന്നതോർത്തപ്പോൾ അയാളുടെ ഹൃദയം നുറുങ്ങി. വാച്ച, നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. എന്താണ് ഈ ഡിസ്പെൻസറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമുക്കറിയാലോ. കയറി വാ. അനന്തൻ അച്ഛനെയും കൂട്ടി അകത്തേക്ക് കയറി. പിന്നാലെ അരുന്ധതി. അകത്ത് കയറിയ അനന്തൻ കണ്ടത് അവിടെയുള്ള നഴ്സുമാരുടെ ഒരു നീണ്ട നിരയാണ്. അവർക്ക് മുന്നിലായി മെറൂൺ കളർ പട്ടു സാരി ഞൊറിയില്ലാതെ ഉടുത്ത് കടുപ്പത്തിൽ ലിപ്സ്റ്റിക്കും ധരിച്ചൊരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന് മുഖം തിരിച്ചപ്പോൾ അനന്തൻ ആളെ മനസ്സിലായി. സുരഭിയുടെയും സേതുവിന്റെയും അമ്മ സിന്ധു. ആ നഴ്സ് പെൺകുട്ടികളൊക്കെയും അവർക്ക് മുന്നിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവർക്ക് ധൈര്യമുണ്ടായില്ല. അവർ ഓരോ നഴ്സിനെയും ഓരോ കാര്യത്തിന് വഴക്ക് പറയുകയാണ്. തന്റെ അധികാരത്തിന്റെ എല്ലാ പ്രൗഢിയും അഹങ്കാരവും അവരിൽ ഉണ്ടായിരുന്നു. വാതിലിനരികിൽ നിന്ന നഴ്സ് അനന്തന് കയറാനായി വാതിൽ തുറന്നു കൊടുത്തു. സർ, വൈദ്യരെ കാണാനായി വന്നതാണോ? ഇപ്പോ ഒരു വൈദ്യരും ഡ്യൂട്ടിയിൽ ഇല്ലല്ലോ, നഴ്സ് പറഞ്ഞു. അനന്തൻ ആ നഴ്സിന്റെ സംസാരം കേട്ട് ഒന്ന് ഞെട്ടി. ഭാർഗവൻ സാർ പറഞ്ഞതുപോലെ ഈ ഡിസ്പെൻസറി തങ്ങൾക്ക് തിരികെ കിട്ടിയതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. എല്ലാം പഴയതുപോലെ തുടരുകയാണ് ഇവിടെ. ഭാർഗവൻ സാറിന്റെ സെക്രട്ടറി ശ്രീനിവാസനെയും ഇവിടെ കാണുന്നില്ല, അനന്തൻ ചിന്തിച്ചു. അനന്തന്റെ നെഞ്ച് പടപടാ മിടിക്കുകയാണ്. ഭാർഗവൻ സാർ വെറും വാക്ക് പറഞ്ഞതാണോ? അങ്ങനെ അവൻ വഴിയില്ലല്ലോ. പേപ്പേഴ്സ് എല്ലാം ശരിയാക്കിയതല്ലേ. അച്ഛനെയും അനിയത്തെയും കൂട്ടിക്കൊണ്ടു വന്നിട്ട് മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അപമാനിതരായി തിരിച്ചു പോകേണ്ടി വരും. അനന്തന്റെ ചിന്തകൾ പല വഴി പാഞ്ഞു. നീയൊക്കെ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറിയ എങ്ങനെ ഞാൻ ഈ സ്ഥാപനവും കൊണ്ട് മുന്നോട്ട് പോകും? ഇന്നിതാ പുതിയ മുതലാളി വരാൻ പോവാ. ഭാർഗവൻ സാറിന്റെ ബന്ധു ആണെന്നാ കേട്ടത്. ഇനി ഇതുപോലെ ജോലിയിൽ വീഴ്ച വരുത്തുന്ന ഒരെണ്ണത്തിനും ഇങ്ങനെ ഒരു വാണിംഗ് പോലും കിട്ടിയെന്ന് വരില്ല. ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, അത് ഉറപ്പാ, കേട്ടല്ലോ. സിന്ധു പറയുന്നത് കേട്ടപ്പോഴാണ് അനന്തന് ശ്വാസം നേരെ വീണത്. അപ്പോൾ അതാണ് കാര്യം. ഇവർക്കിപ്പോഴും അറിയില്ല ഈ ഹോസ്പിറ്റൽ എത്തേണ്ട കൈകളിലേക്ക് തന്നെയാണ് തിരികെ എത്തിയിരിക്കുന്നതെന്ന്. സാരമില്ല, വൈദ്യരാരെങ്കിലും വരുന്നത് വരെ ഞങ്ങളിവിടെ കാത്തിരുന്നോളാം. അതിരിക്കട്ടെ, ഇവിടെ എന്താ പ്രശ്നം? പുതിയ മുതലാളി വരുന്നു എന്നൊക്കെ അവർ പറയുന്നത് കേട്ടല്ലോ. താൻ ആരാണെന്ന് തൽക്കാലം അവരെ അറിയിക്കേണ്ട എന്ന് കരുതിയാണ് അനന്തൻ സംസാരിച്ചത്. ആ നേഴ്സ് ആദ്യം നിസ്സഹായയായി ഒന്ന് ചിരിച്ചു. ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥത മാറിയ കാര്യം എല്ലാവരും രഹസ്യമായി വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി താൻ സംസാരിച്ചാൽ അത് പ്രശ്നമാകുമോ എന്ന പെൺകുട്ടിക്ക് ചെറിയ ഭയമുണ്ടായിരുന്നു. എന്നിരുന്നാലും
അനന്തന് മറ്റൊരു മറുപടി കൊടുക്കാനില്ലാത്തതിനാൽ അവൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല സർ. രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ എല്ലാം പഴയതുപോലെ ആയിരുന്നു. ഇപ്പോൾ മീറ്റിങ്ങിന് വിളിച്ച് സിന്ധു മാഡം പറയുമ്പോഴാ ഞങ്ങളൊക്കെ വിവരം അറിയുന്നത് തന്നെ. അവളുടെ മറുപടി കേട്ട് കഴിഞ്ഞാണ് കാര്യങ്ങളുടെ കിടപ്പ് അനന്തന് വ്യക്തമായത്. ഭാർഗവൻ സാറിന്റെ ഓഫീസിൽ നിന്ന് രാവിലെ ആയിരിക്കും ഇവർക്ക് വിവരം ലഭിച്ചത്. സുരഭിയുടെ അമ്മ വിവരം അറിഞ്ഞയുടനെ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും. എന്നിട്ട് അവരുടെ തിരക്കും വെപ്രാളവും മുഴുവൻ ഈ പാവം പെൺകുട്ടികളോട് തീർക്കുന്നതാണ് താൻ ഇപ്പോൾ കണ്ടത്. അനന്തൻ മനസ്സിൽ ഓർത്ത് ചിരിച്ചു. വാസുദേവൻ അകത്തേറിയപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു. അവിടെ കണ്ട ഒരു സ്റ്റാഫിനോട് ചോദിച്ചു, ഇവിടെ എത്ര ഡോക്ടേഴ്സ് ഉണ്ട് ഇപ്പോ? രോഗികളൊക്കെ ഒരുപാട് വരാറുണ്ടോ? ആ സ്റ്റാഫ് വാസുദേവനെ അടിമുടി ഒന്ന് നോക്കി. ഇയാൾ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? എന്തോ പന്തികേട് പോലെ തോന്നിയെങ്കിലും അവർ അത് കാര്യമാക്കിയില്ല. അവർ ഇപ്രകാരം മറുപടി പറഞ്ഞു, എന്താ സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇവിടെ ഡോക്ടേഴ്സ് ഒക്കെ ബെസ്റ്റാണ്. മാത്രമല്ല ഞങ്ങൾ നല്ല ഗുണനിലവാരമുള്ള നിന്നുമാണ് മരുന്നുകൾ എടുക്കുന്നത്. അതുകൊണ്ട് സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവർ മറുപടി പറയുന്നതിനോടൊപ്പം ചൂണ്ടിക്കാണിച്ച ഒരു ബോക്സ് കഷായ കുപ്പികളിലേക്ക് വാസുദേവന്റെ നോട്ടം ചെന്നു. അയാളുടെ കണ്ണുകൾ ദേഷ്യത്താൽ കുറുകി. നോൺസെൻസ്! നിങ്ങൾ ഇപ്പോ ഈ കമ്പനിയിൽ നിന്നുമാണ് അപ്പോൾ മരുന്നെടുക്കുന്നതല്ലേ? കൊള്ളാം. ഇത് TV പരസ്യത്തിൽ കാണുന്ന ഫേക്ക് ആയിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളല്ലേ? മുടി വളരാനുള്ളതും നിറം വെക്കാനുള്ളതും എന്ന് വേണ്ട ആൾക്കാരെ പറ്റിക്കുന്ന സകല ഐറ്റംസ് ഇവിടെ ഉണ്ടല്ലോ. ഇതൊരു ഹോസ്പിറ്റൽ തന്നെയല്ലേ? വാസുദേവൻ അരിശത്തോടെ ചോദിച്ചു. അയാൾക്ക് നല്ല സങ്കടം തോന്നി. താൻ കഷ്ടപ്പെട്ട് സത്യസന്ധമായി ഉയർത്തിക്കൊണ്ടുവന്ന സ്ഥാപനം ഇപ്പോൾ ഇങ്ങനെ അധപ്പതിച്ചു പോയതിൽ അയാൾക്ക് നല്ല മനപ്രയാസമുണ്ടായിരുന്നു. വാസുദേവന്റെ ശബ്ദം ഉയർന്നത് കേട്ട് സിന്ധു അങ്ങോട്ടേക്ക് വന്നു. അവിടെ നിൽക്കുന്നവരെ കണ്ട് അവളുടെ കണ്ണുകൾ കുറുകി. നിങ്ങളാണോ ഇവിടെ നിന്ന് അലറി വിളിച്ച് സംസാരിച്ചത്? ഞാൻ കരുതി അല്ല, ഈയിടെയായി നല്ല തെരുവുനായ ശല്യമുണ്ട് ഇവിടെ. അതിന്റെ കുരയും കേൾക്കാം മിക്കപ്പോഴും. അത് വല്ലതായിരിക്കും ഓർത്തിട്ടാ ഞാൻ ആദ്യം ശ്രദ്ധിക്കാതിരുന്നത്. അല്ല, നിങ്ങളുടെയൊക്കെ പേരുകൾ എന്തായിരുന്നു? കുറെ കാലം ആയില്ലേ തറവാട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ട്. അതുകൊണ്ട് ഓർമ്മയിലേക്ക് അങ്ങ് വരുന്നില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെയൊക്കെ പേരിൽ എന്തിരിക്കുന്നു? സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു നിലയും വിലയും സ്ഥാനവും ഒന്നുമില്ലാത്തവരുടെ പേരുകൾ ആരും അങ്ങനെ ഓർത്തിരിക്കാറില്ലല്ലോ. സിന്ധു പുച്ഛത്തോടെ പറഞ്ഞു. അനന്തന്റെ അച്ഛന് ഇതെല്ലാം കേട്ട് നിയന്ത്രണം വിട്ടു. അയാൾ അവരോട് പറഞ്ഞു, സിന്ധു, മതി, നിർത്ത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ തന്നെ അപമാനിക്കുന്നു. ഇവിടെ എന്റെ അധ്വാനത്തിന്റെ ഫലമായി ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നത് കൊണ്ട് കൊള്ളാം. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഉടുത്തൊരുങ്ങി വന്നു നിന്ന് ഈ പെൺകുട്ടികളുടെ മേൽ കുതിര കയറുന്നു. ഇല്ലായിരുന്നെങ്കിലോ നിനക്കോ നിന്റെ മോനോ എവിടെയെങ്കിലും തൂപ്പ് ജോലിയെങ്കിലും കിട്ടുമോ? അതിനുള്ള യോഗ്യത പോലും ഇല്ലാതെ നിന്ന് പ്രസംഗിക്കുന്നോ? അയാൾ ചോദിച്ചു. സുരഭിയുടെ അമ്മ മുൻപൊരിക്കൽ വ്യാജ മരുന്നുകൾ വിറ്റതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ നിന്നും അനന്തന്റെ മുത്തശ്ശൻ ഇറക്കി വിട്ടതാണ്. പക്ഷേ ഇപ്പോൾ സുരഭിയും രാജീവും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും ഇവിടേക്ക് ഭരണവുമായി വന്നിരിക്കുകയാണ്. സിന്ധുവിന് ആദ്യമൊക്കെ ഈ ഹോസ്പിറ്റലിനോട് പുച്ഛമായിരുന്നു. താൻ ഇവിടെ ഇങ്ങനെ ജീവിതം പാഴാക്കുന്നു എന്ന തോന്നൽ. എന്നാൽ അവർക്ക് മുന്നിൽ തൽക്കാലം വേറെ വഴികളില്ലായിരുന്നു. അതിനാൽ തന്നെ അവർ ഈ ഹോസ്പിറ്റലിന്റെ അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് അവർക്ക് ഈ സ്ഥാനം വളരെയേറെ ഇഷ്ടമാണ്. അവിടുത്തെ റാണിയായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണം നടത്തുകയാണ് ആ സ്ത്രീ ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ എന്നെ അപമാനിക്കാൻ വേണ്ടി തുനിഞ്ഞു വന്നിരിക്കുകയാണോ? നിങ്ങളുടെ ഒരു കളിയും ഇവിടെ നടക്കാൻ പോകുന്നില്ല. എനിക്കറിയാം. ഇന്ന് ഇവിടെ പുതിയ ഉടമസ്ഥൻ വരുമെന്ന് കേട്ടിട്ട് അയാളെ സ്വാധീനിക്കാൻ വേണ്ടി വന്നതാണല്ലേ നിന്റെ മക്കളെയും കൂട്ടി. നിങ്ങൾ ഇനി എത്ര കാലം ശ്രമിച്ചാലും ശരി, ഈ ആശുപത്രി ഞാൻ നിങ്ങൾക്ക് തിരികെ വിട്ടുതരാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. സിന്ധു രോഷാകുലയായി പറഞ്ഞു. അനന്തന് ദേഷ്യം വന്നു. നമുക്ക് കാണാം ഇന്ന് ഇവിടെ നിന്ന് ആരാണ് പുറത്തു പോകുന്നതെന്ന് അവൻ പറഞ്ഞു. എന്താടാ, നീ എന്നെ ഭീഷണിപ്പെടുത്തുന്ന? പിള്ളേരെ, നിങ്ങൾ കേട്ടോ? ഇവരാരാണെന്നറിയോ നിങ്ങൾക്ക്? എന്റെ തറവാട്ടിൽ നിന്ന് പണ്ടേ അടിച്ചിറക്കിയ 3 എണ്ണമാണ് ഇപ്പതേ ഇവിടെ വന്ന് ഞെളിഞ്ഞ് ഇങ്ങനെ വീമ്പ് പറയുന്നത്. ഇവനാണെങ്കിൽ ഒരു കഴിവില്ലാത്തൊരു ചിക്കൻ. ചെറുപ്പത്തിലേ അങ്ങനെ തന്നെ. 2 വർഷം മുൻപേ കോളേജിൽ ഒരു എൻട്രൻസ് എക്സാം പോലും ജയിക്കാൻ കഴിയാതെ ഒരു ലോറിക്ക് മുന്നിൽ ചാടി ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിരുന്നു ഇവൻ. എന്റെ മോളുടെ പിന്നാലെ കുറെ നടന്നതാ പണ്ട്. സിന്ധുവിന്റെ വാക്കുകൾ കേട്ട് നഴ്സ് പെൺകുട്ടികൾ
വാ പൊത്തിച്ചിരിച്ചു. അവരിൽ പലർക്കും ചിരി വന്നിട്ടല്ല, ജോലി നഷ്ടപ്പെടുമെന്നോർത്ത് സിന്ധുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ആ പെൺകുട്ടികൾ കഷ്ടപ്പെടുന്നത്. മതി, നിർത്തിക്കോ, അതാ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ പറയുന്നതിനൊക്കെ എണ്ണി എണ്ണി അനുഭവിക്കും നിങ്ങൾ, അനന്തൻ പറഞ്ഞു. വാസുദേവനും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അയാളും തന്റെ ദേഷ്യം തീർത്തു. ഇതുപോലെ അഹങ്കാരം പിടിച്ച ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കിപ്പോ ആശ്വാസം തോന്നുന്നുണ്ട്, എന്റെ മോൻ നിന്റെ മോളെ കല്യാണം കഴിക്കാതിരുന്നതിൽ. അതും അവന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് നിന്നെപ്പോലൊരുത്തി. ഇത്രയും സ്വാർത്ഥയും ദുഷ്ടയായ നീ ഭാവിയിൽ ഞങ്ങൾക്കൊക്കെ വിഷം നൽകി കൊല്ലാൻ പോലും മടിക്കില്ല. കഴിക്കുന്ന പാത്രം പോലും തുളയ്ക്കാൻ ശ്രമിക്കുന്ന സ്വഭാവമാണ് നിനക്ക്. ഇപ്പോഴും നീ എന്റെ തറവാട്ടിലേതായതുകൊണ്ട് മാത്രമാ ഈ ഹോസ്പിറ്റലിൽ ഇത്രയും അധികാരത്തോടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നീയും വെറും വട്ടപൂജ്യം തന്നെയാ, വാസുദേവൻ പറഞ്ഞു. നിങ്ങൾ അത്രയ്ക്കായോ? വെറും ഒരു ടാക്സി ഡ്രൈവർ എന്നെ അപമാനിക്കാൻ മാത്രം വളർന്നോ? ഒരു കാലണയ്ക്ക് പോലും ഗതിയില്ലാത്തവന്റെ പ്രസംഗം. ഇറങ്ങി പോടോ ഇവിടുന്ന്, സിന്ധു പുച്ഛത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഇവിടെ നിന്നും അർഹതയില്ലാത്തവര് തീർച്ചയായും ഇറങ്ങുമെന്ന്. അത് പക്ഷെ ഞങ്ങളായിരിക്കില്ല, നിങ്ങളാ ഇവിടെ നിന്നും ഇറങ്ങേണ്ടത്. ദേ, ഈ ഹോസ്പിറ്റൽ ഇപ്പോ ഞങ്ങളുടെ പേരിൽ. നിങ്ങൾ കാത്തിരുന്ന പുതിയ ഉടമസ്ഥൻ അത് ഞാൻ തന്നെയാ. അനന്തൻ പറയുന്നത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഞെട്ടി. പക്ഷേ സിന്ധുവിന്റെ മുഖത്ത് ഒരു പരിഹാസ ഭാവമായിരുന്നു. നീയാണോ ഇതിന്റെ ഉടമസ്ഥൻ? ഓരോരോ തമാശകളെ. ഈ സ്ഥലത്തിന് ഇപ്പോ എന്ത് വില വരുമെന്നെങ്കിലും അറിഞ്ഞു വെച്ചിട്ടാണോ നീ തമാശ കളിക്കുന്നത്? ഈ ഭൂമിയുടെ ഉടമസ്ഥൻ ഇപ്പോഴും ഭാർഗവ കുടുംബത്തിലെ ആരോ ആണെന്ന് ഞങ്ങൾക്കറിയാം. സിന്ധു പറയുന്നത് കേട്ട് അനന്തൻ വെമ്പി വന്ന ചിരി മറച്ചു നിന്നു. ഇവരുടെ അഹങ്കാരം ശമിപ്പിക്കാൻ ഇവരെ ഒന്ന് വട്ട് കളിപ്പിച്ചാലോ എന്ന് വരെ അവൻ ചിന്തിച്ചു. എന്തായിരിക്കും അനന്തന്റെ അടുത്ത പ്ലാൻ? അധ്യായം 17. തങ്ങൾ തിരിച്ചു പിടിച്ച ആയുർവേദശാലയിലേക്ക് തിരികെ എത്തിയ അനന്തനും കുടുംബവും അവിടെ സുരഭിയുടെ അമ്മ സിന്ധുവിനെ കണ്ടു. അപ്പോഴത്തെ നടത്തിപ്പുകാരിയായ അവർ പുതിയ ഉടമസ്ഥനെ കാത്തു നിൽക്കുകയാണ്. അനന്തൻ തന്നെയാണ് അവർ കാത്തു നിൽക്കുന്ന ഉടമസ്ഥൻ എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാതെ അവർ അവരെ അപമാനിച്ചു. വിടുവായിത്തം പറയാതെ ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തല്ലി ഇറക്കും മൂന്നിനെ എന്ന് പറഞ്ഞുകൊണ്ട് സിന്ധു കൈകൾ കൂട്ടിത്തിരുമി. അവരുടെ കണ്ണുകൾ തേടിയത് അവിടുത്തെ സെക്യൂരിറ്റിയെയും അതുപോലെ അവരെ കൈകാര്യം ചെയ്യാൻ കരുത്തുള്ള ജോലിക്കാരെയുമാണ്. മാഡം, പോലീസിനെ വിളിക്കുന്നതല്ല നല്ലത്. കണ്ടിട്ട് ഇവര് കരുതി കൂട്ടി പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്നാ തോന്നുന്നത്. നമ്മളായിട്ട് പ്രശ്നത്തിന് വടിയൊരുക്കി എന്തിനാ വെറുതെ പുലിവാല് പിടിക്കുന്നത്? ഇവന്മാരുടെ ഉദ്ദേശവും അത് തന്നെ ആയിരിക്കും, മാഡത്തിനെ നാണം കെടുത്താൻ. നമുക്ക് ഇവന്മാരെ മോഷണ ശ്രമോ ഗുണ്ടായസോ മറ്റാരോപിച്ച് പോലീസിൽ ഏൽപ്പിക്കാം. തന്റെ അസിസ്റ്റന്റ് സുന്ദരേശന്റെ ബുദ്ധി അവർക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിൽ വിളിക്കടോ പോലീസിനെ. എന്നിട്ട് ഇവർ അതിക്രമിച്ച് കയറി ഇവിടുത്തെ വിലപിടിപ്പുള്ള പല ഔഷധങ്ങളും അപഹരിക്കാൻ ശ്രമിച്ചു എന്ന് പരാതി കൊടുക്ക്. നമ്മുടെ പിള്ളേര് സാക്ഷി പറഞ്ഞോളും. എന്നാലേ ഇവരൊക്കെ ഒരു പാഠം പഠിക്കൂ. നല്ലത് കിട്ടണം തന്തയ്ക്കും പിള്ളേർക്കും, സിന്ധു പറഞ്ഞു. വാസുദേവൻ ഇത് കേട്ട് വല്ലാതെയായി. അയാൾ വ്യസനത്തോടെ സുന്ദരേശന്റെ മുഖത്തേക്ക് നോക്കി. അയാൾക്ക് തെല്ലും ഭാവ വ്യത്യാസമില്ല. സുന്ദരേശ, നീ തന്നെയാണോ എനിക്കെതിരെ ഈ കുബുദ്ധി ഉപദേശിക്കുന്നത്? ജോലി ഇല്ലാതെ അലഞ്ഞ നിന്നെ ഞാനാ കൈപ്പിടിച്ച് കയറ്റിയത്. എന്റെ സ്ഥാപനത്തിൽ ഒരു ജോലി തന്ന് നിന്നെ എന്റെ ഒപ്പം കൂട്ടുമ്പോ അന്ന് നീ പറഞ്ഞത് ഈ കടപ്പാട് ഒരിക്കലും മറക്കില്ലെന്നായിരുന്നു. എങ്ങനെയാ ഒരു മനുഷ്യൻ ഇത്രത്തോളം മാറാൻ കഴിയാ? വാസുദേവൻ സങ്കടത്തോടെ ചോദിച്ചു. അനാവശ്യം പറയരുത്. ഞാൻ ഇന്ന് വരെ നേടിയ സകലതും എന്റെ യോഗ്യതയും കഴിവും കൊണ്ടാ നേടിയത്, അല്ലാതെ വല്ലവരുടെയും ഔദാര്യം കൊണ്ട് നേടിയതൊന്നും അല്ല. പ്രത്യേകിച്ച് നിങ്ങളെ പോലെ ഒരാളുടെ സ്വന്തം ജീവിതത്തിലും ഒപ്പമുള്ളവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന നിങ്ങളെ പോലെ ഉള്ളവരുടെ സഹായത്തില് എങ്ങും എത്താതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടെയും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. 2 മിനിറ്റിനകം ഇവിടുന്ന് പോയില്ല എങ്കിൽ ഞാൻ തീർച്ചയായും പോലീസിനെ വിളിക്കും. അവസാനം ഞാൻ നമ്മുടെ പഴയ സൗഹൃദം മറന്നു എന്നൊന്നും പറഞ്ഞു വന്നേക്കരുത്, സുന്ദരേശൻ പറഞ്ഞു. ആർക്കാ അവിടെ പോലീസിനെ വിളിക്കണ്ടേ? സുന്ദരേശൻ ഫോണിൽ പോലീസ് സ്റ്റേഷൻ നമ്പർ ഡയൽ ചെയ്തതും ഒരു പെൺകുട്ടിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം അവിടെ മുഴങ്ങി. എല്ലാവരും തിരിഞ്ഞു നോക്കി. കോട്ടും സ്യൂട്ടും ധരിച്ച 5 പുരുഷന്മാരുടെ അകമ്പടിയോടെ എക്സിക്യൂട്ടീവ് ലുക്കിൽ ഒരു പെൺകുട്ടി. സിന്ധു നോക്കുമ്പോൾ അവരുടെ മുന്നത്തെ ഉടമസ്ഥനായ വിഷ്ണു ശർമ്മനും എത്തിയിട്ടുണ്ട്.
ആ പെൺകുട്ടി അവർക്കരികിലേക്ക് നടന്നു വന്നു. ഞാൻ വേദിക ശ്രീനിവാസൻ, ഭാർഗവ ഗ്രൂപ്പിന്റെ സെക്രട്ടറിയാണ്. ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ ചാർജ് ഏറ്റെടുക്കാൻ വന്നതാ. എന്താണ്, പോലീസിനെ വിളിക്കുന്ന കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ? ആ പെൺകുട്ടി ചോദിച്ചു. ഗുഡ് മോർണിംഗ് മാഡം. ഏയ്, അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നേ. ഈ 3 പേര് രാവിലെ വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതാ. വഷളാകുന്നതിന് മുൻപ് പോലീസിനെ വിളിക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ, സിന്ധു പറഞ്ഞു. അതെ മാഡം, ഇവരിവിടെ നിന്നും ഔഷധങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു. ഈ ഹോസ്പിറ്റലിന്റെ പേര് കാക്കാൻ ഇങ്ങനെയുള്ളവരെയൊക്കെ പോലീസിൽ ഏൽപ്പിച്ചേ മതിയാവൂ, സുന്ദരേശനും ഭവ്യതയോടെ പറഞ്ഞു. വേദിക ദേഷ്യത്തോടെ സുന്ദരേശനെയും സിന്ധുവിനെയും മടിമുടി ഒന്ന് നോക്കി. ശേഷം അനന്തന്റെ അരികിലേക്ക് വന്ന് അവന് ഷെയ്ക്ക് ഹാൻഡ് നൽകി. ഹായ് സർ, ഞാനാണ് വേദിക ശ്രീനിവാസൻ. ഞാൻ ഒരുപാട് ലേറ്റ് ആയില്ലല്ലോ അല്ലേ? അവൾ തികഞ്ഞ വിനയത്തോടെ അനന്തനോട് സംസാരിക്കുന്നത് കണ്ട് സിന്ധുവും സുന്ദരേശനും പരസ്പരം നോക്കി. ഏയ്, കൃത്യസമയത്ത് തന്നെ എത്തി. ഇനി ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്, അനന്തൻ വേദികയോട് പറഞ്ഞു. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇദ്ദേഹത്തോട് അപമര്യാദയോടെ പെരുമാറുന്നത്? ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഈ ഹോസ്പിറ്റലിന്റെ പുതിയ അവകാശി. നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്നത് ഇദ്ദേഹത്തെയാ. വേദിക പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി. സിന്ധുവിന്റെ മനസ്സിലൂടെ പല ചോദ്യങ്ങളും കടന്നുപോയി. ഈ സ്ഥലം ഭാർഗവ ഗ്രൂപ്പ് വാങ്ങിയതാണെന്ന് കേട്ടല്ലോ. അനന്തനും ഭാർഗവ ഗ്രൂപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അവൻ ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ആസ്തി എവിടെ നിന്ന് കിട്ടി? അങ്ങനെ പല പല ചോദ്യങ്ങളും അവരുടെ മനസ്സിൽ മുളച്ചു. എന്താ ഈ പെൺകുട്ടി പറയുന്നത്? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? പറയൂ, ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സിന്ധു വിഷ്ണു ശർമ്മനോട് ചോദിച്ചു. അയാളാണെങ്കിൽ ഇതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുകയാണ്. വെറുതെ ഈ നാടകങ്ങൾ കണ്ട് രസിക്കാൻ വന്നതുപോലെയുള്ള ഒരു ഭാവം. എല്ലാം സത്യമാണ്. ഞാൻ ഈ വസ്തു കുറച്ചു ദിവസം മുൻപ് ഭാർഗവ ഗ്രൂപ്പിന് വിറ്റിരുന്നു. അവരതിനുശേഷം മറ്റാർക്കോ മറിച്ചു കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. അതൊരു പക്ഷെ ഇയാൾക്കായിരിക്കും, വിഷ്ണു ശർമ്മൻ നിസാരമായി പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം മുഖമിരുണ്ടു. അനന്തൻ ആരെന്നറിയാതെ ബഹുമാനമില്ലാതെ പെരുമാറിയത് അബദ്ധമായി എന്ന് തോന്നി അവർക്ക്. സുന്ദരേശന്റെ അവസ്ഥയായിരുന്നു ഏറ്റവും ദയനീയം. നഴ്സുമാരുടെ മുഖം കണ്ട് അരുന്ധതിക്ക് സഹതാപം തോന്നി. അവർക്ക് ജോലി പോകുമെന്ന ഭയവും ഉണ്ടായിരുന്നു. ഈ ജോലി നഷ്ടപ്പെട്ടാൽ താൻ ഇനി എന്ത് ചെയ്ത് ജീവിക്കും എന്നായിരുന്നു സുന്ദരേശന്റെ ചിന്ത. വാസുദേവൻ സാറ്, എന്നോട് ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി. അങ്ങയിൽ നിന്നാണ് ഞാൻ ഈ ആയുർവേദത്തിന്റെ പല സത്യങ്ങളും അറിഞ്ഞത്. എന്റെ ഗുരുസ്ഥാനീയനായ അങ്ങയോട് ഞാൻ ഇത്രയും മോശമായി പെരുമാറാൻ പാടില്ലായിരുന്നു. എന്റെ നിലനിൽപ്പിന് വേണ്ടിയാ ഞാൻ. തെറ്റ് മനസ്സിലാക്കാൻ വൈകിപ്പോയി, എന്നോട് ക്ഷമിക്കണം, സുന്ദരേശൻ തൊഴുതു പറഞ്ഞു. വാസുദേവൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അയാളോട് സംസാരിക്കാൻ എന്നല്ല, മുഖം കാണാൻ പോലും തന്റെ അച്ഛൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അനന്തൻ സുന്ദരേശന്റെ ഫോൺ പിടിച്ചു വാങ്ങി. മതിയാക്കടോ തന്റെ നാടകം. ഞങ്ങൾ എന്താ പൊട്ടന്മാരാണെന്ന് കരുതിയോ? ഈ ഫോൺ കൊണ്ടല്ലേ താൻ പോലീസിനെ വിളിക്കാൻ ഒരുങ്ങിയത്, അതും കള്ളക്കേസ് കൊടുക്കാനായിട്ട്. അപ്പോ ഇങ്ങനെ ഈ തരം താഴ്ന്ന പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് താൻ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഇനി തനിക്ക് ഇതിന്റെ ആവശ്യമില്ല. അതും പറഞ്ഞ് അനന്തൻ അയാളുടെ ഫോൺ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. എന്റെ ഫോൺ! നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ പൊട്ടിച്ചത്? അയാൾ ദയനീയമായി ചോദിച്ചു. അതെ, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. അത് പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രം. നാളെ മുതൽ ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല. വേദികയാണ് അയാൾക്കുള്ള മറുപടി കൊടുത്തത്. സിന്ധു ഇത് കേട്ട് സുന്ദരേശനെ നോക്കി. അയാൾ വിഷമത്തോടെ അവിടെ നിന്നും ഇറങ്ങി. ഇനി നിന്നാൽ താനും അപമാനിതയാകും എന്ന തിരിച്ചറിവോടെ സിന്ധുവും തന്റെ ബാഗ് എടുത്തുകൊണ്ട് അയാൾക്ക് പിന്നാലെ തന്നെ ഇറങ്ങി. നിങ്ങളോട് ഞാൻ ഇവിടെ നിന്നും പോവാൻ പറഞ്ഞോ? അനന്തൻ ചോദിച്ചു. എന്നോട് വെറുതെ ചൊറിയാൻ നിൽക്കില്ല അനന്ത. എന്നെ അപമാനിച്ച എന്റെ മകളെ വിഷമിപ്പിക്കുന്നതിന് തുല്യവാ. സുരഭിയുടെ മനസ്സിന് ആരെങ്കിലും കുത്തി നോവിച്ച രാജീവ് അവരെ വെറുതെ വിടില്ല. നിനക്കറിയാലോ, ഈ രാജീവ് ആണ് ഇനി നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ അധികാരിയായി വരുന്നത്. അവിടെ നിന്നല്ലേ നിങ്ങൾക്ക് ഇവിടേക്കുള്ള മരുന്നുകൾ ലഭിക്കുന്നത്. രാജീവിനെ വെറുതെ മുഷിപ്പിക്കണ്ട, അതാ നിനക്ക് നല്ലത്. സിന്ധു അത് പറയുമ്പോൾ തന്റെ മരുമകനായി വരാൻ പോകുന്ന രാജീവിനെ പറ്റി അമിതമായ ആത്മവിശ്വാസം അവരിൽ കാണാമായിരുന്നു. ഇക്കാര്യങ്ങൾ താൻ പറയുമ്പോൾ വരും വരായികകൾ ഭയന്ന് അനന്തൻ തന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കും എന്ന അവരുടെ വിശ്വാസം തെറ്റായിരുന്നു എന്നവർക്ക് മനസ്സിലായത് അവന്റെ കൈ അവരുടെ കവിളിൽ പതിച്ചു കഴിഞ്ഞപ്പോഴാണ്. ഇടിമുഴക്കം പോലെയാണ് സിന്ധുവൻ ആദ്യം തോന്നിയത്.
മുഖത്ത് അടി വീണതും ഇടതുവശത്തെ ചെവിയിൽ ശബ്ദങ്ങളൊന്നും കേൾക്കാതെയായത് അവർ തിരിച്ചറിഞ്ഞു. അടിയുടെ ആഘാതം നല്ലോണം ആ മുഖത്ത് കാണാം. മുടിയെല്ലാം അഴിഞ്ഞുലഞ്ഞ് നെറ്റിയിലൂടെയും കണ്ണിലൂടെയും വീണ് കിടക്കുന്നുണ്ട്. അവർക്ക് തീരെ ഉൾക്കൊള്ളാനായില്ല അനന്തൻ തന്നെ കൈവച്ചു എന്ന കാര്യം. കാരണം അവർക്കറിയാവുന്ന പഴയ അനന്തൻ തന്റെ മുന്നിൽ ഇന്ന് വരെ ഉറച്ചൊന്ന് സംസാരിക്കാൻ പോലും ധൈര്യപ്പെടാത്തവനായിരുന്നു. നീ എന്നെ തല്ലിയല്ലേ? നീ ഇതിന് അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നിനക്ക് എന്ന് മുതൽക്കാടാ ഇത്രയും ധൈര്യം ഉണ്ടായേ? കാൽക്കാശിന് വകയില്ലാത്ത തെണ്ടികള്, നിങ്ങൾ അനുഭവിക്കും, ഞാൻ കാണിച്ചു തരാം. സിന്ധു വീണ്ടും കിടന്ന് ബഹളം വെക്കുന്നത് കണ്ട അനന്തൻ നിയന്ത്രണം വിട്ട് അവർക്കിട്ട് ഒന്നുകൂടി കൊടുത്തു. പെട്ടെന്ന് വാസുദേവൻ മകനെ തടഞ്ഞു. എന്താ മോനെ ഇത്? നമ്മൾ പോകുന്ന വഴി ഒരു നായ വെറുതെ കിടന്ന് കുറച്ച നമ്മൾ ദേഷ്യം കൊണ്ട് അതിനെ അങ്ങോട്ട് കയറി കടിക്കാറുണ്ടോ? നമ്മളെ കടിച്ചാൽ പോലും നമ്മൾ അതിനെ കല്ലെറിഞ്ഞ് ഓടിക്കുക മാത്രമല്ലേ ചെയ്യാറുള്ളൂ. അതെന്തുകൊണ്ടാ? അതിന്റെ സംസ്കാരം നമുക്ക് സ്വീകരിക്കാനും പൊരുത്തപ്പെടാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. ഇവരുടെ കാര്യം അങ്ങനെ കണ്ടാ മതി. നീ നിന്റെ ദേഷ്യം ഒന്ന് നിയന്ത്രിക്കുമോനെ. സിന്ധുവിനെ പോലെ പക കൊണ്ട് നടക്കുന്നവരോട് അനന്തൻ പ്രശ്നത്തിന് പോയാൽ അവന്റെ ഭാവിയെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കുമോ എന്ന ഭയവും വാസുദേവന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നിരുന്നാലും മകൻ ചെയ്തത് തെറ്റായി പോയി എന്ന ചിന്ത അയാൾക്കില്ല. അവരിത് അർഹിക്കുന്നത് തന്നെ. ഈ 2 തല്ലുകൊണ്ടാലൊന്നും അവര് നന്നാവാൻ പോകുന്നില്ല. അതുകൊണ്ട് അനന്തൻ ഈ ചെയ്തത് നല്ലതായെന്നേ എനിക്കും അഭിപ്രായമുള്ളൂ. വാസുദേവൻ മനസ്സിൽ കരുതി. എന്തിനാ ഇനിയും ഇവിടെ നിൽക്കുന്നേ? കിട്ടിയതും വാങ്ങി വീട്ടിൽ പോവാൻ നോക്ക്. അനന്തൻ അത് പറഞ്ഞതും സിന്ധു അവിടെ നിന്നും പോയി. ഇപ്പോൾ അവരുടെ അഹങ്കാരത്തിൽ ഒരു പരിധി വരെ കുറവ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്റ്റാഫുകളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങളുടെ മാഡം സ്ഥലം വിട്ട സ്ഥിതിക്ക് നിങ്ങൾ ഇറങ്ങുമല്ലേ? എല്ലാവരും അല്ല, സിന്ധു മാഡത്തിന്റെ ശിങ്കിടികൾ ആരൊക്കെയാണോ ഇവിടെ ബാക്കിയുള്ളത് അവരൊക്കെ വേഗം ഇറങ്ങിക്കോളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ മാഡത്തിന് കിട്ടിയ സെൻഡ് ഓഫ് ഇപ്പൊ കണ്ടല്ലോ, അതിവിടെ പലർക്കും കിട്ടും. അനന്തൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. നഴ്സുമാരിൽ ചിലരും സെക്യൂരിറ്റികളും മറ്റു ചില സ്റ്റാഫുകളും അടക്കം പറഞ്ഞു. എല്ലാവരും നല്ല വിഷമത്തിലാണ്. നേരത്തെ അനന്തനെ അപമാനിച്ച് ചിരിച്ച പലരെയും കൃത്യമായി നോക്കിക്കൊണ്ട് തന്നെയാണ് അനന്തൻ ഇപ്പോൾ സംസാരിച്ചത്. അതിനാൽ തന്നെ സിന്ധു മാഡത്തിന്റെ ആൾക്കാർ ആരൊക്കെയാണ് എന്ന് അനന്തന് വ്യക്തമായ ധാരണയുണ്ടെന്ന് അവർക്ക് നന്നായി മനസ്സിലായി. അവരെല്ലാവരും വേഗം തന്നെ ഹോസ്പിറ്റലിൽ നിന്നും പോയി. ഇനി അവിടെ ആകെ അവശേഷിക്കുന്നത് 10-12 നഴ്സ് പെൺകുട്ടികൾ മാത്രമാണ്. അവർക്ക് സിന്ധുവിനോട് ആദ്യം മുതലേ താല്പര്യമില്ലായിരുന്നു. അവരെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അകാരണമായി വഴക്ക് പറയുന്ന മാഡത്തിനെ അവർക്ക് ഭയമായിരുന്നു. ഇപ്പോൾ അനന്തൻ അവരെ തല്ലിയത് പോലും അവർക്ക് സന്തോഷം തോന്നിപ്പിച്ചിട്ടുണ്ട്. അവശേഷിച്ച ജൂനിയർ നഴ്സുമാരോട് അനന്തൻ പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ പഴയ സ്റ്റാഫ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഇവിടെ തുടരാം. പക്ഷെ ഇനി അങ്ങോട്ട് പഴയ മാനേജ്മെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കില്ല നിങ്ങൾ പാലിക്കേണ്ടത്. വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇനി ഇവിടെ തുടർന്നാൽ മതി. എല്ലാവരും തയ്യാറാണോ? അനന്തൻ ചോദിച്ചു. അവർക്ക് ആർക്കും എതിരഭിപ്രായമില്ലായിരുന്നു. അനന്തൻ സന്തോഷത്തോടെ ആ ഹോസ്പിറ്റലിന്റെ അധികാരം അച്ഛന് കൈമാറി. സന്തോഷത്തോടെ അച്ഛനോടൊപ്പം അകത്തേക്ക് നടക്കുമ്പോൾ അനന്തൻ അറിയില്ലായിരുന്നു തന്നെ തേടി വരാൻ പോകുന്ന ആദ്യത്തെ രോഗി ആരാണെന്നുള്ള കാര്യം. അധ്യായം 18. സിന്ധുവിന്റെ അഹങ്കാരം സഹിക്ക വയ്യാതെ അവരെ തല്ലി ഇറക്കിയ ശേഷം അവരോട് കൂറ് കാണിക്കില്ല എന്നുറപ്പുള്ള കുറച്ച് സ്റ്റാഫുകളെ മാത്രം വെച്ച് അനന്തൻ തന്റെ ഹോസ്പിറ്റൽ ഏറ്റെടുത്തു. എന്നിരുന്നാലും അനന്തന്റെ വാക്കുകളിൽ ആ നഴ്സുമാർക്ക് വിശ്വാസം കുറവായിരുന്നു. അവൻ പറഞ്ഞത് തന്നെ അനുസരിച്ച് പ്രവർത്തിച്ചാൽ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഈ സംസ്ഥാനത്തെ നമ്പർ 1 ഹോസ്പിറ്റലായി ഇവിടം മാറുമെന്നാണ് അനന്തൻ അവകാശപ്പെട്ടത്. ഒരു ഡോക്ടർ ഡിഗ്രി പോലും ഇല്ലാത്ത അനന്തന് എങ്ങനെയാണത് സാധ്യമാകുക? വെറുതെ തുടക്കത്തിന്റെ ആവേശത്തിൽ വീമ്പ് പറയുന്നതായിരിക്കും. ഇങ്ങനെയാണ് അവരെല്ലാം കരുതിയത്. വേദിക കുറച്ച് പേപ്പേഴ്സ് അനന്തനെ ഏൽപ്പിച്ചു. മിസ്റ്റർ അനന്തൻ വർമ്മ, നിങ്ങളുടെ സമയം ഞാൻ ഇനിയും ഇവിടെ നിന്ന് പാഴാക്കുന്നില്ല. ഇത് വാങ്ങൂ. ഈ ഹോസ്പിറ്റലിന്റെ മുഴുവൻ ഡോക്യുമെന്റ്സും ഉണ്ട്. പിന്നെ താങ്കളുടെ പ്രയത്നങ്ങൾ വെറുതെ ആവില്ല. നല്ലൊരു തുടക്കമാവട്ടെ ഇത്. വേദിക അത്രയും പറഞ്ഞ് അവിടെ നിന്നും പോകാൻ ഒരുങ്ങി.
അവളുടെ മനസ്സിൽ ഇവിടെ വരുന്നത് വരെ ചില സംശയങ്ങൾ അവശേഷിച്ചിരുന്നു. എന്തിനാണ് ഭാർഗവൻ സാർ ഇത്രയും ചെറിയൊരു പയ്യന് ആവശ്യത്തിലേറെ ബഹുമാനവും സ്ഥാനം നൽകുന്നത്? അത്രയേറെ എന്താണ് അവനിലുള്ളത്? ഇങ്ങനെയൊക്കെ ആയിരുന്നു അവളുടെ ചിന്ത. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അവളുടെ മനസ്സിൽ അനന്തന് നൽകിയിരുന്ന രൂപം തന്നെ മാറിപ്പോയി. സ്വന്തമായി അഭിപ്രായമുള്ള, നിലപാടുകളുള്ള, ആരെയും കൂസാതെ അവ പ്രാവർത്തികമാക്കാൻ കഴിവുള്ള അനന്തനിൽ ഇനിയും താൻ തിരിച്ചറിയാത്ത പല കഴിവുകളും ശേഷിക്കുന്നുണ്ട് എന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. പോകുന്നതിന് മുൻപ് വേദിക ഒരു കാര്യം കൂടി പറഞ്ഞു. അവൾ കൊടുത്ത ഡോക്യുമെന്റ്സിന്റെ കൂട്ടത്തിൽ ഭാർഗവൻ സാർ 3,40,00,000 രൂപ അനന്തന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി ഒരു പേപ്പർ കൂടി ഉണ്ട് എന്ന്. അനന്തന് അത് കേട്ടിട്ട് അമിതമായ സന്തോഷമോ ആവേശമോ ഒന്നും തോന്നിയില്ല എന്നത് വേദികയ്ക്ക് അതിശയമായിരുന്നു. താൻ ഈ പറഞ്ഞത് ഒരു നിസാര തുകയല്ല. അപ്രതീക്ഷിതമായി ഇത്രയും തുക ആർക്ക് ലഭിച്ചാലും അവർക്ക് സന്തോഷവും അത്ഭുതവും ഒക്കെയായി മനസ്സ് കൈവിട്ടു പോകുമെന്നുറപ്പാണ്. അനന്തന്റെ പ്രകൃതം അവിടെയും വ്യത്യസ്തമാണ്. വേദികയും അനന്തനും തമ്മിൽ ഒരു നല്ല സൗഹൃദം ഉടലെടുത്തു. അവർ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിനിടെയാണ് ഒരു മനുഷ്യൻ ആരെയോ കയ്യിലെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വന്നത്. അയാളുടെ കയ്യിൽ ബോധമില്ലാതെ കിടക്കുന്ന മനുഷ്യന്റെ ദേഹത്തു നിന്നും രക്തം വാർന്നു പോകുന്നുണ്ട്. ഇതിരെ രക്ഷിക്കണേ, ഒന്ന് വേഗം നോക്ക്, അയാൾ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ അയാളെ ആദ്യം ഈ നിലത്തുള്ള പലകയിൽ കിടത്തൂ, എന്താ പറ്റിയൊന്ന് നോക്കട്ടെ, അനന്തൻ പറഞ്ഞു. അനന്തൻ അയാളുടെ രക്തം പുരണ്ട ഭാഗങ്ങളിലെ വസ്ത്രം നീക്കി നോക്കി. മുറിവ് ആഴത്തിലുള്ളതാണെന്ന് കണ്ട് അടുത്തു നിന്ന നഴ്സ് ഒന്ന് ഭയന്നു. ഡോക്ടർ, ഇത്? ആശങ്കയോടെ അടുത്തു നിന്ന ഒരു ജൂനിയർ ഡോക്ടറോട് നഴ്സ് പറഞ്ഞു. ഇത് ചെറിയൊരു ഡിസ്പെൻസറിയാണ്, ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. ഈ മുറിവ് നല്ല ആഴത്തിലുള്ളതാ. അതുകൊണ്ട് വേറെ ഏതെങ്കിലും വലിയൊരു ഹോസ്പിറ്റലിലേക്ക് വേഗം തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ജൂനിയർ ഡോക്ടർ രോഗിയെ കൊണ്ടുവന്ന ആളോട് പറഞ്ഞു. പിന്നെ നീയൊക്കെ എന്തുണ്ടാക്കാനാ ഈ ചായപ്പം തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്? മര്യാദക്ക് ചികിത്സിക്കടാ, അയാൾ ആ ഡോക്ടറുടെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ ഞാനൊന്ന് നോക്കട്ടെ, അനന്തൻ അയാളോട് പറഞ്ഞു. നിങ്ങൾ ഇവിടുത്തെ ഡോക്ടറാണോ? ആരായാലും വേണ്ടില്ല, ഇവനെ രക്ഷിച്ചാൽ മാത്രം മതി, അയാൾ പറഞ്ഞു. അനന്തനെ കണ്ടിട്ട് അവനൊരു ഡോക്ടർ ആവാൻ വേണ്ട പ്രായം തോന്നാത്തതിനാൽ അവൻ ആരാണ് എന്നുള്ള സംശയത്തോടെയാണ് അയാൾ സംസാരിച്ചത്. ഉറപ്പു തരുന്നു, ഞാൻ ഇയാളെ രക്ഷിക്കും. ഞാൻ ഈ ഹോസ്പിറ്റൽ ഏറ്റെടുത്തിട്ട് വരുന്ന ആദ്യത്തെ രോഗിയാ. ഇയാളുടെ ജീവൻ നിങ്ങളെപ്പോലെ എനിക്കും വിലപ്പെട്ടത് തന്നെയാ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, അനന്തൻ പറഞ്ഞു. അത് അനന്തൻ അയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറും വാക്ക് പറഞ്ഞതല്ല. ഇയാളുടെ ജീവൻ അനന്തന് പ്രധാനമാണ്. ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ രാവിലത്തെ സംഭവങ്ങൾ കാരണം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്ന് തനിക്കറിയാം. തന്നിൽ അവർക്ക് വിശ്വാസം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ രോഗിയുടെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അത് ഇനി വരുന്ന രോഗികളെയും ബാധിക്കും. അനന്തൻ അയാളെ പരിശോധിച്ചു. ശരീരം ആകെ 4 മുറിവുകളുണ്ട്. ഓരോന്നിനും ഒരു കൈവിരലിനോളം ആഴവും കാണും. രക്തം കടുകട്ടിയായി ഒഴുകുന്നുണ്ട്. ശരീരത്തിൽ നിന്നും ധാരാളം രക്തം നഷ്ടമായതിന്റെ വാട്ടം മുഖത്ത് നന്നായിട്ടുണ്ട്. ബുള്ളറ്റ് കൊണ്ടതാണല്ലോ, അത് 4 എണ്ണം, അനന്തൻ പറഞ്ഞു. പക്ഷേ അനന്തന് അതിശയം അതായിരുന്നില്ല. ഇത്രയും വെടിയുണ്ടകൾ ഏറ്റിട്ടും ഇത്രയും നേരമായിട്ടും ഇയാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നത്. ഒരു സാധാരണ മനുഷ്യന് തന്റെ ജീവൻ ഇത്രയധികം സമയം പിടിച്ചു നിർത്താൻ കഴിയുമോ? അതായിരുന്നു അവന്റെ ചിന്ത. അനന്തന് മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലായി. നെഞ്ചിൽ ഒരു തലയോട്ടിയുടെ ചിത്രം പച്ച കുത്തിയിട്ടുള്ള ഈ രോഗി ഒരു പട്ടാളക്കാരനോ പോലീസുകാരനോ അല്ല. ആയിരുന്നെങ്കിൽ ഇതിലും നല്ല ഹോസ്പിറ്റലിലേക്ക് സർക്കാർ ചിലവിൽ കൊണ്ടുപോയേനെ. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എപ്രകാരമാണ് വെടിയേറ്റത്? ഇത്രയും ചെറിയൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന സ്ഥിതിക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഈ മുറിവുകളെ പറ്റിയോ അപകടത്തെ പറ്റിയോ പുറത്ത് ചർച്ചയാകരുത് എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ സ്വാഭാവികമായും ഇത് വാർത്തയും പോലീസ് കേസുമാകുമെന്ന് ഉറപ്പാണ്. അനന്തൻ ഒട്ടും സമയം പാഴാക്കാതെ രോഗിയെ പ്രൊസീജിയർ റൂമിലേക്ക് മാറ്റി. മെഡിക്കൽ കിറ്റിൽ നിന്നും കുറച്ച് സിൽവർ നീഡിൽ എടുത്തു. അവയും ഫോഴ്സപ്സും ഉപയോഗിച്ച് ഓരോ വെടിയുണ്ടകളായി സസൂക്ഷ്മം നീക്കം ചെയ്തു. ശേഷം രക്തസ്രാവം തടയാൻ വേണ്ട കാര്യങ്ങളും ചെയ്തു. കയ്യിലിരുന്ന സിൽവർ നീഡിലുകൾ ചില പ്രത്യേക ഞരമ്പുകളിൽ കുത്തി അക്യുപങ്ചർ രീതിയിൽ നിർത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ രക്തത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്കിന് തടസ്സം വന്നതുപോലെ നിന്നു. ജൂനിയർ ഡോക്ടർമാർ പരസ്പരം നോക്കി. അവർ
പലതരത്തിലുള്ള ഫസ്റ്റ് എയ്ഡും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരെണ്ണം ആദ്യമായാണ് കാണുന്നത്. അവർ നോക്കുമ്പോൾ ആ മുറിവിൽ നിന്നും വരുന്ന രക്തത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അനന്തൻ സാർ എന്തായി ചെയ്യുന്നേ? ഇയാൾക്ക് നിസ്സാരമായിട്ടുള്ള മുറിവല്ല. ഒരുപക്ഷെ അകത്തെ അവയവങ്ങൾക്ക് പോലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടാകാം. അധികം വൈകിയ അത് ആപത്താണ്, ഒരു ഡോക്ടർ പറഞ്ഞു. ഈ നീഡിലുകൾ നമ്മെ സഹായിക്കും. അനന്തന്റെ പറച്ചിൽ കേട്ട് അയാളുടെ പുരികം ചുളിഞ്ഞു. അനന്തനെ എത്രയും വേഗം അവിടെ നിന്നും പിടിച്ചു മാറ്റിയിട്ട് രോഗിയുടെ ഒപ്പം വന്ന ആളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി എത്രയും വേഗം നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് രോഗിയെ അയക്കുന്നതാണ് നല്ലത് എന്ന് ഡോക്ടർക്ക് തോന്നി. എന്തെന്നാൽ അയാൾക്ക് അനന്തന്റെ ഈ പ്രത്യേക രീതിയിലുള്ള ചികിത്സ കണ്ടിട്ട് അത്ര സുഖകരമായി തോന്നിയില്ല. വന്ന പാടെ തങ്ങളോട് തട്ടിക്കയറുന്നു. ഇനി ഈ രോഗിക്ക് എന്തെങ്കിലും സംഭവിക്കുക കൂടി ചെയ്താൽ ഇതോർത്തപ്പോൾ ആ ഡോക്ടർക്ക് പേടിയായി. കഴിഞ്ഞു, ബ്ലീഡിംഗ് നിന്നിരിക്കുന്നു. അവസാനത്തെ സിൽവർ നീഡിലും കൃത്യമായി പ്രയോഗിച്ചുകൊണ്ട് അനന്തൻ പറഞ്ഞു. ജൂനിയർ ഡോക്ടർക്ക് വിശ്വസിക്കാനായില്ല. ബ്ലീഡിംഗ് പൂർണ്ണമായും ഇല്ലാതെ ആയിരിക്കുന്നു. അയാൾ അത്ഭുതത്തോടെ അനന്തനെ നോക്കി. വെറും 10-12 സൂചികൾ കൊണ്ട് ഞാൻ അയാളുടെ അപകടനില ഒരു പരിധി വരെ തടഞ്ഞിരിക്കുന്നു. ചുറ്റും നിൽക്കുന്ന ജൂനിയർ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അവസ്ഥ അനന്തൻ ഊഹിക്കാമായിരുന്നു. നമ്മൾ വൈദ്യന്മാരാ. നമ്മുടെ കയ്യിൽ ഒരു രോഗിയെ കിട്ടുമ്പോൾ കരുതേണ്ടത് ഒരു മനുഷ്യ ജീവനെയാണ് ഈശ്വരൻ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ആ സമയം നിങ്ങളെ പോലെയുള്ള ഡോക്ടർമാര് ഭയന്നു നിന്ന അടുത്ത ഏതാനും ചില നിമിഷങ്ങൾ കൊണ്ട് ആ ജീവൻ യമലോകം കാണും. ഓരോ രോഗികളെയും ഓരോ അവസരങ്ങളായി വേണം കാണാൻ. ഈശ്വരന്റെ വരദാനം പകർന്നു നൽകാനുള്ള അവസരം. ഒരു വ്യക്തിക്ക് നമ്മളിലൂടെ ജീവൻ തിരികെ ലഭിക്കുക എന്നത് നിസ്സാരമല്ല. അനന്തന്റെ വാക്കുകൾ കേട്ട ഡോക്ടർമാരുടെ മനസ്സിൽ നഷ്ടപ്പെട്ട ഊർജം തിരികെ എത്തി. ആ രോഗിയുടെ ഒപ്പം വന്ന വ്യക്തിയും അതിശയത്തോടെയാണ് അനന്തനെ നോക്കിയത്. ഒരു 20 വയസ്സുകാരൻ പയ്യനിൽ നിന്നും ഇത്രയും പക്വതയേറിയ വാക്കുകൾ അയാളും തീരെ പ്രതീക്ഷിച്ചില്ല. കൊള്ളാം മോനെ. വാതിൽക്കൽ നിന്നും ഒരു ശബ്ദം കേട്ട് അനന്തൻ തിരിഞ്ഞു നോക്കി. വാസുദേവനാണ്. ഔഷധത്തോട്ടത്തിലായിരുന്നു അദ്ദേഹം. പുതിയ പേഷ്യന്റ് വന്നെന്ന് ആരോ അറിയിച്ചതനുസരിച്ച് വേഗം വന്നതാണ് അദ്ദേഹം. അനന്തന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞു. തന്റെ മകൻ തന്നോളം വളർന്നിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അച്ഛന്റെ നോട്ടത്തിന്റെ അർത്ഥം ഗ്രഹിച്ച അനന്തൻ ഒരു പുഞ്ചിരിയോടെ തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഇയാൾക്ക് വെടിയേറ്റിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അനന്തൻ കൂടെ വന്ന ആളോട് ചോദിച്ചു. ശരിയാണ്, ഇവൻ എന്റെ അനിയനാ. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ഒരു ബുള്ളറ്റ് നേരെ നെഞ്ചിലാണ് തറച്ചത്. ഞങ്ങൾ കരുതിയത് ഇന്നലെ രാത്രി തന്നെ ഇവന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന. അയാൾ പറഞ്ഞു. പ്ലീസ് ഡോക്ടർ, നിങ്ങൾ എന്റെ അനിയനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം. ഞാൻ അപേക്ഷിക്കുക. എന്റെ കൈവശമുള്ള പണം മുഴുവൻ വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരും. എനിക്കിവനെ ജീവനോടെ തിരികെ കിട്ടിയാൽ മാത്രം മതി. അയാൾ അനന്തനെ തൊഴുതു. അനന്തൻ ഒരു പുഞ്ചിരിയോടെ അയാളുടെ തോളിൽ കൈവച്ചു. ഇയാളുടെ മരണത്തിന് സമയമായിട്ടില്ല. ഇന്നത്തെ ദിവസം മരണപ്പെടാനായിരുന്നു ഇദ്ദേഹത്തിന്റെ വിധിയെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്റെ അടുക്കിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കുമായിരുന്നില്ല. മാത്രമല്ല, എന്റെ മനസ്സ് പറയുന്നു, ഇദ്ദേഹം എന്റെ രോഗിയായി വന്നതിൽ മറ്റെന്തോ ഒരു നിയോഗം കൂടി ഉണ്ടെന്ന്. എന്തിനോ വേണ്ടി തേടി വന്നതുപോലെ. അതുകൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കാൻ ഇയാൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കും. അനന്തൻ പറഞ്ഞു. ഡോക്ടർ, ഇതൊന്നും കേൾക്കാനോ പറയാനോ ഉള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. ദയവേത് ഒന്ന് വേഗം എന്നെ രക്ഷിക്കും. അധിക സമയം കളയാനില്ല, അയാൾ പറഞ്ഞു. അനന്തൻ ആ സമയം അയാളിൽ കണ്ടത് അനിയന്റെ ജീവനെ കുറിച്ചുള്ള ആവലാതി അല്ലായിരുന്നു. മറിച്ച് മറ്റെന്തോ ദുരൂഹത കൂടി അനന്തന് തോന്നി. പക്ഷേ അവൻ അത് ചോദ്യം ചെയ്യാൻ മുതിർന്നില്ല. രോഗികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവൻ അറിയേണ്ടതില്ലല്ലോ. അനന്തനെ സംബന്ധിച്ച് ഇപ്പോൾ അയാളുടെ ജീവൻ രക്ഷിക്കുക മാത്രമാണ് പ്രധാനം. അനന്തൻ വേഗം ഔഷധത്തോട്ടത്തിലേക്ക് പോയി. അവിടെ ഈ രോഗിക്ക് വേണ്ട മരുന്നുകൾ തിരയുന്നതിനിടെ വാസുദേവൻ അവിടേക്ക് വന്നു. മോനെ, നീ എന്തായി ചെയ്യുന്നേ? അയാൾക്ക് നല്ല മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. മരുന്നുകൾ കൊണ്ട് മാത്രം മാറില്ല, സർജറി തന്നെ വേണ്ടിവരും. അതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യേണ്ടതിന് പകരം നീ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നേ? വാസുദേവൻ ചോദിച്ചു. അച്ഛാ, സർജറി ഒന്നും വേണ്ടി വരില്ല. നമുക്ക് നോക്കാം. നമ്മുടെ ഔഷധ സസ്യങ്ങൾ തന്നെ ധാരാളമാണ്. അനന്തന്റെ മുഖത്തെ ആത്മവിശ്വാസം കണ്ട് അയാൾ അമ്പരന്നു. അനന്ത,
നീ കോമയിൽ നിന്ന് ഉണർന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുൻപ് നീ ആയുർവേദവുമായി ബന്ധപ്പെട്ട ചെറിയൊരു പുസ്തകം പോലും വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് എങ്ങനെയാ ഇത്രയും അറിവുകൾ ലഭിച്ചത്? അതും ഞങ്ങൾ ആയുർവേദ ഡോക്ടർമാർക്ക് പോലും അറിയാത്ത പൊടിക്കൈകൾ. വാസുദേവൻ അതിശയം മറച്ചു വെക്കാതെ ചോദിച്ചു. അച്ഛൻ ഇപ്പൊ ഇതൊന്നും ചിന്തിക്കണ്ട, എല്ലാം വഴിയേ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ആ മനുഷ്യന്റെ ചികിത്സയിൽ മാത്രം ശ്രദ്ധിക്കാനുള്ള സമയമേ കയ്യിലുള്ളൂ. അനന്തൻ പക്വതയോടെ പറയുമ്പോഴും വാസുദേവൻ അസ്വസ്ഥനായി അവനെ തന്നെ നോക്കി നിന്നു. അയാൾക്ക് മകന്റെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിലും ജീവിതാനുഭവങ്ങൾ അയാളെ വരും വരായികകളെ കുറിച്ച് വല്ലാതെ വ്യാകുലനാക്കി. അനന്തന്റെ കഴിവുകൾ വാസുദേവൻ തിരിച്ചറിയുമോ? അനന്തന് ആ രോഗിയെ രക്ഷിക്കാനാവുമോ? അധ്യായം 19. ആദ്യമായി എത്തിയ രോഗിയെ തനിക്ക് പോലും അറിയാത്ത ചികിത്സാ രീതികളിലൂടെ ഭേദപ്പെടുത്തിയെടുക്കാനുള്ള അനന്തന്റെ ശ്രമങ്ങൾ കണ്ട് വാസുദേവൻ ആശയക്കുഴപ്പത്തിലായി. തന്റെ മകന് ഈ സിദ്ധികളൊക്കെ എപ്രകാരമാണ് ലഭിച്ചതെന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അനന്തൻ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. തനിക്ക് വേണ്ട ഔഷധ സസ്യങ്ങൾക്ക് വേണ്ടി അനന്തൻ അവിടെ ആകെ തിരഞ്ഞു. പക്ഷേ അവന് അവ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാധാരണ ഒരു സസ്യമായിരുന്നില്ല അവന് വേണ്ടിയിരുന്നത്. വിശിഷ്ടമായതും അതോടൊപ്പം ദൈവിക ശക്തിയുള്ളതുമായ ഔഷധങ്ങളായിരുന്നു അവൻ ഇത്ര നേരവും അവിടെ തിരഞ്ഞത്. നിരാശയോടെ തിരികെ പോകാനിരുന്ന അനന്തൻ എന്തോ ഓർമ്മ വന്ന് തന്റെ പാന്റിന്റെ പോക്കറ്റിൽ ഒന്ന് പരതി. ആൽമരത്തിലെ ബാക്കി വന്ന 10 ദിവ്യഫലങ്ങൾ കണ്ട് അനന്തന്റെ കണ്ണുകൾ വിടർന്നു. ഇത് താൻ എപ്പോഴാ ഈ പാന്റിന്റെ പോക്കറ്റിലിട്ടത്? അവന് ആശ്ചര്യം തോന്നി. ഇന്ന് ഇവ തനിക്ക് ആവശ്യം വരുമെന്ന് വിധി നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാവും. അനന്തൻ ആ ഫലങ്ങളിലേക്ക് തന്നെ നോക്കി. അന്ന് ആൽമരത്തിൽ 5 തലയുള്ള നാഗം പ്രത്യക്ഷപ്പെട്ട ശേഷം അതൊരു തീഗോളമായി മാറി തന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് തനിക്ക് സ്വന്തം ആത്മാവിനെ തിരികെ കിട്ടിയത്. തന്റെ ആത്മാവ് തന്നെയായിരുന്നു ആ തീഗോളത്തിന്റെ രൂപം സ്വീകരിച്ചത്. എന്നാൽ അതിനു മുൻപ് കുറച്ചു നിമിഷം ആ നാഗം ആൽമരത്തിന്റെ കൊമ്പിലിരുന്ന് വിശ്രമിച്ചിരുന്നു. ആ സമയം അതിന്റെ വായിൽ നിന്നും ഇറ്റ് വീണ ചോരത്തുള്ളികൾ തൊട്ടു താഴെയുള്ള ഒരു ചില്ലയിലേക്ക് പതിച്ചു. ആ ചില്ലയിലാണ് പിറ്റേ ദിവസം രാവിലെ ഈ 11 ദിവ്യഫലങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. അതിലൊരെണ്ണം നാരായണ കൈമളിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രയോഗിച്ചു. ശേഷിക്കുന്നതാണ് ഈ 10 എണ്ണം. അനന്തന് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ 10 ദിവ്യഫലങ്ങളും ആദിശേഷന്റെ അനുഗ്രഹമാണ്. ഈ വരദാനം തനിക്ക് തീർത്തും അപരിചിതനായൊരു വ്യക്തിക്ക് വേണ്ടി പ്രയോഗിക്കുന്നത് തെറ്റായി പോകുമോ എന്ന സംശയം അനന്തനെ അലട്ടി. നാരായണ കൈമളിന്റെ കാര്യത്തിൽ സംഭവിച്ച അബദ്ധം അനന്തന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതുപോലെ ഈ വ്യക്തിക്കും ഇത്രയും വിശിഷ്ടമായ പഴങ്ങൾ സേവിക്കാൻ വേണ്ട യോഗ്യതയുണ്ടോ? അഥവാ ഇത് കഴിച്ചാൽ തന്നെ ഇവയുടെ ശക്തി അയാളുടെ ശരീരം താങ്ങുമോ എന്നിങ്ങനെയുള്ള ചിന്തകളും അനന്തന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇതേ സമയം ഗ്രാമത്തിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം കടൽ തീരത്ത് ഒരു ബോട്ട് വന്നു നിന്നു. ബോട്ടിൽ ഒരു വെള്ള മുണ്ടും ജുബ്ബയും ധരിച്ച ഒരു മനുഷ്യൻ. അയാളുടെ രൂപം രൗദ്രഭാവത്തോടു കൂടിയും കണ്ണുകളിൽ എന്തോ നിഗൂഢമായ ലക്ഷ്യവും ശരീരത്തിന് പ്രായത്തെ വെല്ലുന്ന തരത്തിലുള്ള ആരോഗ്യവും ഉണ്ടായിരുന്നു. നരസിംഹനാചാര്യൻ എത്തിക്കഴിഞ്ഞു! തീരത്ത് അയാളെ കാത്ത് 2 പേർ ബഹുമാനത്തോടെ പറഞ്ഞു. ബോട്ട് തീരത്തൊതുക്കുന്നതിന് മുൻപ് തന്നെ അയാൾ ബോട്ടിൽ നിന്നും ഉയർന്നു ചാടി. ഏകദേശം 10 മീറ്റർ ദൂരമുണ്ടായിരുന്നു ബോട്ടിൽ നിന്നും തീരത്തേക്ക്. ഒരു തികഞ്ഞ അഭ്യാസിയെ പോലെ അയാൾ ബോട്ടിൽ നിന്നും വായുവിലൂടെ പറന്നു ചാടി തീരത്ത് കാലുകൾ ഉറപ്പിച്ചു നിന്നു. എവിടെയാ രാജ്യദ്രോഹി? തന്റെ മുന്നിൽ നിൽക്കുന്നവരോട് നരസിംഹൻ ചോദിച്ചു. ആചാര്യ, ഞങ്ങൾ അവനെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അവനെ ഒരു ആയുർവേദശാലയിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്, ഒരാൾ പറഞ്ഞു. അപ്പോ അവൻ മരണം കാത്തു കിടക്കുകയാണല്ലേ? എന്നെ വേഗം അവന്റെ അരികിലേക്ക് കൊണ്ടുപോകൂ. ചാകുന്നതിന് മുൻപ് എനിക്ക് അവനെ ഒന്നുകൂടി കാണണം, നരസിംഹൻ പറഞ്ഞു. അവനെ ഒരു തവണ കൂടി കാണണം എന്നൊരാഗ്രഹം അങ്ങയുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കഴിഞ്ഞേ അവന്റെ ജീവൻ മേലേക്ക് പോകൂ. അന്ന് വന്നോളൂ. അയാൾ നരസിംഹൻ ആചാര്യനെയും കൂട്ടി നടന്നു.
കാറിലിരിക്കുന്ന നരസിംഹനെ ഡ്രൈവർ ഇടം കണ്ണിട്ട് നോക്കി. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് പതിവല്ല. നരസിംഹൻ അതിവിദഗ്ധനായ കളരി ഗുരുക്കളാണ്. വേറെയും പല മന്ത്രതന്ത്ര വിദ്യകളും അയാൾക്ക് വശമുണ്ട്. അയാളെ തോൽപ്പിക്കാൻ അധികം ആർക്കും സാധ്യമല്ല. അയാൾക്ക് ആരോടെങ്കിലും ശത്രുതയോ പകയോ തോന്നിയാൽ അവരെ രക്ഷിക്കുക അസാധ്യം തന്നെയാണ്. 2 മണിക്കൂറിലധികം സമയമെടുത്തു അനന്തന്റെ ആയുർവേദ ഡിസ്പെൻസറിയിൽ നരസിംഹന്റെ കാറെത്താൻ. അത്രയും നേരം കാറിൽ ധ്യാനത്തിൽ മുഴുകിയിരുന്ന നരസിംഹൻ കാർ നിർത്തിയതറിഞ്ഞ് പുറത്തേക്കിറങ്ങി. മാനത്ത് കാർ മേഘങ്ങൾ വന്ന് മൂടുന്നത് കണ്ട നരസിംഹന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. കാലം തെറ്റി പെയ്യാൻ ഒരുങ്ങുന്ന മഴയെ അയാൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ. ക്ലിനിക്കിൽ എല്ലാവരും വളരെയധികം തിരക്കിലായിരുന്നു. വാസുദേവന്റെ കണ്ണുകൾ എല്ലായിടത്തും എത്തുന്നുമുണ്ട്. അരുന്ധതി നഴ്സുമാരെയെല്ലാം പരിചയപ്പെട്ട ശേഷം അവരോടൊപ്പം മരുന്നുകൾ അടുക്കി വെക്കാനും മറ്റും കൂടി. ഫാർമസിയിലുള്ള ഓരോ മരുന്നിന്റെയും പേര് വായിച്ച് അത് ഓരോന്നും എന്തിനുള്ളതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുമുണ്ട് അവൾ. ഫാർമസിയിലെ ജനാലയിലൂടെ നോക്കിയാൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്നിടം കാണും. ഒരു കാറിൽ നിന്ന് 2 പുരുഷന്മാർ ഇറങ്ങി വരുന്നത് കണ്ടതും അവൾ ഫാർമസിക്ക് പുറത്തേക്ക് വന്നു. അവൾക്ക് ആ വ്യക്തികളെ കണ്ടപ്പോൾ വിചിത്രമായി തോന്നി. കാരണം മറ്റൊന്നുമല്ല, അതിലൊരാൾ മുണ്ടും ജുബ്ബയും ധരിച്ച് നല്ല നാടൻ വേഷത്തിലും മറ്റേയാൾ അതിന് നേരെ വിപരീതമായി കോട്ടും സ്യൂട്ടും ധരിച്ചുമായിരുന്നു വന്നത്. ഹലോ സർ, ഗുഡ് മോർണിംഗ്. വൈദ്യരെ കാണാനാണോ അതോ മരുന്ന് വാങ്ങാനാണോ? അരുന്ധതി ഭവ്യതയോടെ ചോദിച്ചു. നരസിംഹൻ അവളുടെ പ്രസന്നമായ മുഖത്തെ ചൈതന്യം ശ്രദ്ധിച്ചു. അയാൾ പുഞ്ചിരിയോടെയാണ് മറുപടി നൽകിയത്. ഇവ രണ്ടും അല്ലല്ലോ കുട്ടി എന്റെ ആവശ്യം. ഞാനിവിടെ ഒരു രോഗിയെ അന്വേഷിച്ച് വന്നത്. ഇവിടെ ഒരു വെടിയേറ്റ ഒരാളെ ചികിത്സിക്കുന്നില്ലേ? എനിക്ക് അയാളെയാണ് വേണ്ടത്. നരസിംഹന്റെ മറുപടി കേട്ട് അരുന്ധതിയുടെ മുഖം വിളറി. രാവിലെ ആ രോഗിക്ക് വെടിയേറ്റതാണ് അപകട കാരണമെന്ന് കേട്ടപ്പോൾ തന്നെ അവൾക്കൊരു അസ്വസ്ഥത തോന്നിയതാണ്. അയാളുടെ ശത്രുക്കൾ ഇവിടെ അന്വേഷിച്ചു വരികയോ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്തേക്കാമെന്ന് അവൾ ആദ്യമേ ഭയന്നു. അരുന്ധതിയുടെ ചെന്നിത്തടങ്ങളിലൂടെ വിയർപ്പൊലിച്ചിറങ്ങി. ചുണ്ടുകൾ വരണ്ടു. ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കി അടച്ച് ധൈര്യം വീണ്ടെടുത്ത് അവൾ മറുപടി പറഞ്ഞു. ബുള്ളറ്റ് കേസൊന്നും ഇവിടെ വന്നിട്ടില്ലല്ലോ. നിങ്ങൾക്ക് മാറിപ്പോയെന്നാ തോന്നുന്നത്. അവൾ ധൈര്യം സംഭരിച്ച് പറഞ്ഞെങ്കിലും അവളുടെ ഹൃദയമിടിപ്പിന് താളം തെറ്റിയത് അയാൾക്ക് അറിയാൻ കഴിഞ്ഞു. കള്ളം പറയുന്നതിന്റെ ലക്ഷണം. അയാൾ തന്റെ അരയിലിരുന്ന കത്തി ഊരി അവളുടെ കണ്ണിന് നേർക്ക് കൊണ്ടുവന്നു. എന്താ മോളെ ഇത്? നിനക്ക് കള്ളം പറയാൻ അറിയില്ലെന്ന് എനിക്ക് വ്യക്തമായി. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നീ ആദ്യമായി പറഞ്ഞ കള്ളമായിരിക്കാം ഇത്. അത്രയേറെ നിന്റെ ഹൃദയം വിറകൊള്ളുന്നുണ്ട്. മര്യാദയ്ക്ക് സത്യം പറയുന്നോ അതോ നിന്റെ ഈ വെളുത്ത നീളൻ വിരലുകള് ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കണം? അയാൾ കത്തി അവളുടെ വിരലിന് മേലെ വെച്ച് ചോദിച്ചു. അവൾ അയാളുടെ അരികിൽ നിന്ന് കുതറി മാറിയതും വാസുദേവൻ വന്ന് മകളെ ചേർത്ത് പിടിച്ചു. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ മോള് നോവിച്ച വെറുതെ വിടില്ല ഞാൻ. എന്റെ കുട്ടിയെ വെറുതെ പേടിപ്പിക്കാതെ എന്നോട് സംസാരിക്കൂ. വാസുദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങളാണോ ഇവിടുത്തെ പ്രധാന വൈദ്യർ? എനിക്ക് നിങ്ങളെപ്പോലെയുള്ളവരോട് വളരെ ബഹുമാനം. സഹജീവികളുടെ ആയുസ് നീട്ടിക്കൊടുക്കാൻ പോലും കഴിവുള്ളവര് വൈദ്യന്മാർ. ആ ബഹുമാനം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ചോദിക്കുക. എവിടെ നിങ്ങൾ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ രോഗി? 4 ബുള്ളറ്റുമായി മരണം കാത്തു കഴിഞ്ഞവൻ. അവൻ എനിക്ക് കാണണം. നരസിംഹൻ പറഞ്ഞു. അത്രയും പറഞ്ഞു തീരുമ്പോൾ പരിചിതമായൊരു ഗന്ധം തിരിച്ചറിഞ്ഞ നരസിംഹന്റെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി ഉണർന്നു. തേടി വന്ന രക്തത്തിന്റെ ഗന്ധം. അയാളോട് കള്ളം പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല എന്ന് വാസുദേവന് ഇത്ര നേരം കൊണ്ട് തന്നെ മനസ്സിലായി. രോഗി ഇപ്പോ അബോധാവസ്ഥയിലാണ്. അയാൾ ഇപ്പൊ കണ്ടിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, വാസുദേവൻ പറഞ്ഞു. വാസുദേവൻ പറഞ്ഞതിനെ തീർത്തും അവഗണിച്ചുകൊണ്ട് നരസിംഹൻ അയാളുടെ ചോരയുടെ മണം വന്ന ദിശയിലേക്ക് നടന്നു. ആ രോഗിയുടെ മുറിയുടെ മുന്നിലെത്തിയതും അയാളെ അവിടെ എത്തിച്ച മനുഷ്യൻ നരസിംഹനെ കണ്ട് അടങ്ങാത്ത ദേഷ്യത്തോടെ അയാളെ ആക്രമിക്കാൻ അടുത്തു. നിമിഷങ്ങൾക്കകം അവിടെ വലിയൊരു കയ്യാങ്കളി നടന്നു. മറ്റു രോഗികളും ഡോക്ടർമാരും ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ധൈര്യപ്പെട്ടില്ല. അത്രയും ഭീകരമായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. ഒടുവിൽ രോഗിയുടെ ഒപ്പം വന്ന മനുഷ്യൻ ക്ഷീണിച്ച് തറയിൽ വീണു. അയാൾക്ക് നന്നായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു.
നരസിംഹൻ അയാളെ നോക്കി ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു, എന്നോട് കളിക്കാൻ മുതിരരുതെന്ന ബോധം നിനക്കില്ലാഞ്ഞിട്ടാണോ നീ ഈ വിഡ്ഢിത്തം കാട്ടിയത്? ഇനി ഒരിക്കൽ കൂടി എന്റെ നേരെ ഒരു ചെറു വിരല് നീ അനക്കിയ നീ എന്റെ ശിഷ്യനാണെന്ന് പോലും ഞാനങ്ങ് മറക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ആ വെടിയേറ്റ് കിടക്കുന്ന രോഗിയുടെ അടുത്തേക്ക് നരസിംഹൻ ചെന്നു. മരിക്കാൻ സമയമായില്ലേ നിനക്ക്? എന്തിനാ വെറുതെ ഇങ്ങനെ കിടന്ന് നരകിക്കുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഡോക്ടർമാര് വിചാരിച്ചാ നീ രക്ഷപ്പെടുമെന്ന്? സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം യാതനകൾ അനുഭവിച്ച ശേഷം മാത്രമേ മരണം നിന്നെ തേടിയെത്തുകയുള്ളൂ. അത്ര അനായാസമായി ജീവൻ വെടിയാൻ പോലും നിനക്ക് കഴിയില്ല. നരസിംഹൻ ആ രോഗിയെ നോക്കി പരിഹാസ സ്വരത്തിൽ പറഞ്ഞു. അപ്പോഴാണ് അവന്റെ മുറിവുകളിൽ കുത്തി നിർത്തിയിരിക്കുന്ന വെള്ളി സൂചികൾ അയാളുടെ കണ്ണിൽ ഉടക്കിയത്. അത് കണ്ട നരസിംഹനിൽ ചില സംശയങ്ങൾ ജ്വലിച്ചു. ഇത് നിസ്സാരമായ സൂചികളല്ല. സാധാരണ ആശുപത്രികളിൽ ഇവ ഉപയോഗിക്കാറുമില്ല. അപ്പോൾ കാര്യമായി തന്നെ ആരോ നിന്റെ ജീവൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഇവിടെ. അയാൾ കണക്കുകൂട്ടി. ആരൊക്കെ നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ഞാൻ അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ സിൽവർ സൂചികൾ ഊരിയെടുക്കാനായി കൈ ഉയർത്തി. അവയിൽ ഒന്നിലെങ്കിലും സ്പർശിച്ചാൽ നിന്റെ മരണം സുനിശ്ചിതം. ആ ശബ്ദത്തിന്റെ മുഴക്കം കേട്ട് അറിയാതെ തന്നെ നരസിംഹൻ കൈ തിരികെ വലിച്ചുപോയി. അയാൾ ചുറ്റും നോക്കി. ആരാ തന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം ധൈര്യം കാണിച്ചത്? അയാൾ മുറുമുറുപ്പോടെ തിരിഞ്ഞു നോക്കി. ആരെയും കാണുന്നില്ല. അയാൾ പുച്ഛത്തോടെ വീണ്ടും ആ സൂചികൾ വലിച്ചെടുക്കാൻ തുനിഞ്ഞു. തൊട്ടു പോകരുതെന്നല്ല പറഞ്ഞത്? ജീവനിൽ തെല്ല് പോലും കൊതിയില്ലെന്നുണ്ടോ? അശരീരി വീണ്ടും കേട്ട നരസിംഹൻ ആരാണ് തന്നെ വെല്ലുവിളിക്കുന്നത് എന്നറിയാൻ ചുറ്റും നോക്കി. ഇത്തവണ നരസിംഹന് മനസ്സിലായി ശബ്ദം വരുന്ന ദിശ. ഹോസ്പിറ്റലിന്റെ ഏറ്റവും പിന്നിലെ വാതിൽക്കൽ നിന്നാണ്. ശബ്ദം കേട്ടാൽ അറിയാം അധികം പ്രായമില്ലാത്ത ഒരു പുരുഷനാണ്. ഇത്രമേൽ ധൈര്യമോ ഈ ചെറുപ്രായത്തിൽ? അയാൾ അതിശയിച്ചു. നരസിംഹൻ കോപത്തോടെ അരയിൽ നിന്നും കത്തി വലിച്ചൂരി. ആ ശബ്ദത്തിന്റെ അവകാശിയെ തേടി അയാൾ മുന്നോട്ട് ചുവട് വച്ചതും അയാൾക്കൊപ്പം വന്ന സ്യൂട്ട് ധരിച്ച വ്യക്തി നരസിംഹനെ തടഞ്ഞു. ആ കത്തി വാങ്ങിയ ശേഷം അയാൾ മുന്നോട്ട് നടന്നു. അനന്തനെ കൊല്ലണമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഓരോ ചുവടും അയാൾ വച്ചത്. ഈ സമയം നരസിംഹൻ ഓർക്കുകയായിരുന്നു ഇപ്പോൾ താൻ കേട്ട ശബ്ദം. അത് ഇത്രയും ദൂരെ നിന്ന് വന്നതായിരുന്നു. എന്നിട്ട് പോലും അതിന്റെ മുഴക്കത്തിന് ഒരു കുറവുമില്ല. ഈ വിദ്യ താൻ കളരിയിൽ അഭ്യസിച്ചിട്ടുണ്ട്. ഇവിടെ ഈ യുവാവ് ഇതേ വിദ്യ തന്നെ ആയിരിക്കുമോ പ്രയോഗിച്ചിട്ടുണ്ടാവുക? അങ്ങനെയാണെങ്കിൽ അവൻ സാധാരണ പയ്യനല്ല. കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ അവൻ ആ വിദ്യ സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ തികച്ചും അപകടകാരിയായിരിക്കും. നരസിംഹൻ കണക്കുകൂട്ടി. അതുകൊണ്ട് തന്നെ തന്റെ അനുയായിക്ക് അയാളെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താനാവില്ലെന്ന് അയാൾക്ക് ധാരണയുണ്ടായിരുന്നു. എന്നാൽ അവിടെ സംഭവിച്ചത് നരസിംഹന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ള കാര്യങ്ങളായിരുന്നു. ശരിക്കും നരസിംഹനും അനന്തനും തമ്മിൽ എന്താണ് ബന്ധം? അനന്തന് തോന്നിയ ആ നിയോഗം അത് അയാളിലൂടെ ആയിരിക്കുമോ? നരസിംഹനിൽ നിന്നും ആ രോഗിയെ അനന്തൻ രക്ഷിക്കുമോ? യഥാർത്ഥത്തിൽ അയാൾക്ക് വെടിയേറ്റത് എങ്ങനെയാണ്? അധ്യായം 20. നരസിംഹനെ വെല്ലുവിളിക്കുന്ന ആ ശബ്ദത്തിന്റെ ഉടമയെ വകവരുത്തുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അയാളുടെ ഒപ്പം വന്ന വ്യക്തി കയ്യിൽ ഒരു കത്തിയും പിടിച്ച് അനന്തനെ തേടി മുന്നോട്ട് നടന്നു. ഈ സമയം നരസിംഹന്റെ മനസ്സിലാകട്ടെ അനന്തൻ പ്രയോഗിച്ച ശബ്ദം കൊണ്ടുള്ള ആ വിദ്യയെക്കുറിച്ചുള്ള സംശയങ്ങളായിരുന്നു. കളരിയിൽ അനേകം വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് അപൂർവം ആളുകൾക്ക് മാത്രം സാധ്യമാകുന്ന ഈ വിദ്യ ഒരാൾ എങ്ങനെ ഈ ചെറുപ്രായത്തിൽ സ്വന്തമാക്കി എന്ന ചിന്ത നരസിംഹനെ അലട്ടി. അതുകൊണ്ട് തന്നെ പാതി വഴിയിൽ അയാൾ തന്റെ അനുയായിയെ തടഞ്ഞു. എന്നിട്ട് സ്വയം ആ ശബ്ദത്തിന്റെ ഉടമയെ തേടി പോകാനൊരുങ്ങി. ആ ഹോസ്പിറ്റലിന് പിൻവശത്തെത്തിയ നരസിംഹൻ വാതിൽ തുറന്നതും ഒരു ചൂട് കാറ്റ് തന്റെ ശരീരത്തിൽ വന്ന് പതിക്കുന്നതായി അയാൾക്ക് തോന്നി. അയാൾ നേരെ ഔഷധത്തോട്ടത്തിലേക്ക് നടന്നു. അങ്ങ് ദൂരെ ഔഷധ സസ്യങ്ങൾക്കു നടുവിൽ ഒരു യുവാവ് നിൽക്കുന്നത് നരസിംഹന് കാണാമായിരുന്നു. അവന്റെ കയ്യിൽ എന്താണ്? അയാൾ സൂക്ഷിച്ചു നോക്കി. അനന്തൻ കയ്യിൽ പിടിച്ചിരുന്നത് ഒരു കൂട്ടം ഔഷധ സസ്യങ്ങളുടെ ഇലകളായിരുന്നു. പക്ഷേ നരസിംഹന്
അതൊരു കിളിയുടെ കൂട് പോലെയാണ് ദൂരെ നിന്നും നോക്കുമ്പോൾ പ്രതീതമായത്. അനന്തൻ ആ ഇലകൾ ഒരു കൂട് പോലെ ആക്കിയ ശേഷം തന്റെ കയ്യിലെ ദിവ്യഫലങ്ങൾ അതിനുമേൽ സുരക്ഷിതമായി അടുക്കി വെച്ചിരിക്കുകയാണ്. ആ കിളിക്കൂടിനുള്ളിൽ കുറച്ച് കിളികളുടെ മുട്ടകൾ ഉണ്ടെന്നാണ് ആ ദിവ്യഫലങ്ങൾ കണ്ട് നരസിംഹൻ കരുതിയത്. അനന്തനെ കണ്ടപ്പോൾ നരസിംഹന്റെ ആത്മവിശ്വാസം കൂടി. കാരണം അവന്റെ പ്രായം തന്നെ. കളരിയിൽ പല വിദ്യകളും അഭ്യസിച്ചെടുക്കുവാൻ വർഷങ്ങളുടെ പ്രയത്നം വേണം. മഹാശ്രേഷ്ഠരായ ഗുരുക്കന്മാർക്കും ആചാര്യന്മാർക്കും മാത്രമേ തങ്ങളുടെ ജീവിതത്തിലെ അത്രയും വർഷം ഇത്തരം അഭ്യാസമുറകൾ പരിശീലിക്കാനായി മാറ്റിവെക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാവുകയുള്ളൂ. ആ സ്ഥിതിക്ക് അനന്തൻ തന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കളരി അഭ്യസിച്ചു തുടങ്ങിയാൽ പോലും അവൻ ഈ പ്രായത്തിനിടെ ഇത്തരം വിദ്യകൾ ആർജിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. തന്റെ വെറും തോന്നൽ മാത്രമായിരുന്നു അനന്തന്റെ ആ പ്രാവീണ്യമെന്ന് നരസിംഹൻ ആശ്വസിച്ചു. അകത്ത് കിടക്കുന്നവനൊപ്പം നിനക്ക് മരിക്കണോ മോനെ? അത് വേണ്ടെങ്കിൽ ബുദ്ധിമോശം ഒന്നും കാണിക്കാതെ നീ എന്നെ അനുസരിക്കുന്നതായിരിക്കും നല്ലത്. ചെറുപ്രായമല്ലേ, ജീവിതത്തിൽ ഇനി എന്തെല്ലാം അനുഭവിക്കാനുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് അപമൃത്യു വിളിച്ചു വരുത്തണോ? ആ ദ്രോഹിയുടെ ജീവൻ എടുക്കുമെന്ന് തീരുമാനിച്ചു തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഞാനത് നടത്തിയിട്ടേ തിരികെ പോകൂ. തടയാൻ നിൽക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നരസിംഹൻ താക്കീത് നൽകി. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയോ? അത് പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണോ ഇവിടേക്ക് വന്നത്? അനന്തൻ മാനത്ത് മൂടി നിൽക്കുന്ന കാർമേഘങ്ങളെ ഒന്ന് നോക്കിയ ശേഷം പുഞ്ചിരിയോടെ ചോദിച്ചു. നിന്നെ കൊല്ലാൻ ഞാൻ എവിടെയാണോ അവിടെ നിന്നൊരു ഫോൺ കോൾ മാത്രം മതി എനിക്ക്. പക്ഷേ നിന്നോട് എനിക്ക് ശത്രുതയില്ല. ഒരൊറ്റ കാര്യം, നീ എന്നെ എതിർത്താൽ ഒരു തൃണം കണക്കെ നിന്നെ ഞാൻ പിഴുതെറിയും. അത്രയും പറഞ്ഞ് ക്രൂരത നിറഞ്ഞ കണ്ണുകളോടെ നരസിംഹൻ അനന്തനെ നോക്കി. ആഹാ, അതൊന്ന് കാണണമല്ലോ. അല്പസമയം കാത്തിരിക്കോ, ഞാനൊരു മരുന്നുണ്ടാക്കുക. ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. അനന്തൻ അത്രയും പറഞ്ഞുകൊണ്ട് ആദിശേഷനെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രം ഉരുവിടാൻ തുടങ്ങി. അന്തരീക്ഷത്തിൽ ആദിശേഷന്റെ സാന്നിധ്യം അനന്തൻ അറിയാൻ കഴിഞ്ഞു. തന്റെ വിളി കേട്ട് വന്നതുപോലെ. അനന്തൻ നിറഞ്ഞ മനസ്സോടെ ആകാശത്തേക്ക് നോക്കി മന്ത്രജപം പൂർണ്ണമാക്കി. അന്തരീക്ഷത്തിലെ മാറ്റങ്ങളൊന്നും നരസിംഹൻ ഗൗനിച്ചില്ല. അയാൾ വീറോടെ അനന്തന് നേർക്ക് വിരൽ ചൂണ്ടി. എടാ ചെറുക്ക, നിനക്ക് വേണ്ടി കാത്തു നിൽക്കാൻ മാത്രം ചെറുതാണോ ഞാൻ? ഇന്നോളം ഈ നരസിംഹൻ ആർക്ക് വേണ്ടിയും കാത്തു നിന്നിട്ടില്ല. നിന്റെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ ശമിപ്പിക്കും. നിനക്ക് എതിർത്ത് നിൽക്കാനാവുമെങ്കിൽ അതിന് ശ്രമിച്ചോളൂ. നരസിംഹൻ അനന്തന്റെ അരികിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപായി ആകാശത്ത് ഒരു വലിയ വിസ്ഫോടനം നടന്നു. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ കൂട്ടിയിടിച്ചതുപോലെ. അതിൽ നിന്നുമുണ്ടായ മിന്നലിന് ഒരു ഉടവാളിന്റെ രൂപമായിരുന്നു. അത് അന്തരീക്ഷത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന് അനന്തന് ചുറ്റും നാഗത്തെ പോലെ ചുറ്റി. ആ മിന്നലിന്റെ ശക്തി അനന്തന്റെ ശരീരത്തെ ചുറ്റി വരിഞ്ഞു. അനന്തൻ ആ ഊർജം തന്നിലേക്ക് ആവാഹിച്ചു. നരസിംഹൻ തന്റെ ജീവിതത്തിൽ ഇന്നോളം കാണാത്തൊരു വിചിത്രമായ കാഴ്ചയായിരുന്നു അത്. അയാൾ വളരെയധികം ഭയന്നുപോയി. അനന്തന്റെ ഒരു നോട്ടം പോലും താങ്ങാനുള്ള കെൽപ്പ് അയാൾക്ക് അന്നേരം ഉണ്ടായിരുന്നില്ല. ചുറ്റും നിറഞ്ഞ ഊർജത്തിന്റെ ശക്തി താങ്ങാനാവാതെ വേച്ച് വേച്ച് നിലത്ത് വീണുപോയി അയാൾ. അഗ്നി, ജലം, വായു, ഭൂമി, ആകാശം, അങ്ങനെ പഞ്ചഭൂതങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സർവശക്തികളും എനിക്ക് തുണയാകട്ടെ. അനന്തൻ കണ്ണുകൾ അടച്ച് കൈകൾ ഇരുവശത്തേക്കും നീട്ടി വിരലുകൾ ധ്യാനമുദ്രയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അനന്തൻ അത് പറഞ്ഞു തീർന്നതും ആകാശത്ത് ഒരു തവണ കൂടി മിന്നലടിച്ചു. ആ മിന്നലിന്റെ പ്രഭാവത്തിൽ ആ ഔഷധ ചെടികളിൽ ആകെ തീ പടർന്നു. ആ തോട്ടം മുഴുവനും ഇന്ധനമൊഴിച്ച് തീ പടർത്തിയതുപോലെ ആളിപ്പടരുകയാണ് അഗ്നി. നരസിംഹൻ ശ്വാസം അടക്കിപ്പിടിച്ചാണ് ആ കാഴ്ച കണ്ടത്. ശിരസിലാകെ ഒരു മരവിപ്പ് അയാൾക്ക് അനുഭവപ്പെട്ടു. അവിടെയുള്ള സസ്യങ്ങളിൽ ആളിപ്പടരുന്ന അഗ്നി അവിടെ നിന്നും സഞ്ചരിച്ച് എന്തിനെയോ ലക്ഷ്യമാക്കി നീങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ ആ അഗ്നി സഞ്ചരിക്കുന്ന ദിശയിലേക്ക് നോക്കി. അനന്തന്റെ അരികിലേക്കാണ് അവ നീങ്ങുന്നത്. അനന്തൻ ആ അഗ്നിയെ സ്വീകരിക്കാൻ പാകത്തിന് കൈകൾ നീട്ടിപ്പിടിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ആ തോട്ടം ആകെ കത്തി എരിഞ്ഞ് തീർന്നിരിക്കുകയാണ്. പക്ഷേ അത്രയും വലിയ തീപിടുത്തത്തിനിടയിൽ നിന്നിട്ട് പോലും അനന്തൻ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. മാത്രമല്ല, ആ അഗ്നി മുഴുവനും കൈകളിൽ ഏന്തി നിൽക്കുന്ന അനന്തൻ ദൈവിക ശോഭയോടെ ജ്വലിക്കുകയാണ്.
സാധാരണ മനുഷ്യൻ പൊള്ളിപ്പിടഞ്ഞ് മരിക്കേണ്ട ഇടത്ത് അനന്തൻ തല ഉയർത്തി നിൽക്കുന്നത് കണ്ട് നരസിംഹൻ അതിശയിച്ചു. അനന്തൻ തന്റെ ഉള്ളിലെ ശക്തികൾ ഉണർത്തുകയായിരുന്നു. അഗ്നിയുടെ സഹായത്തോടെ അവൻ തന്റെ ആത്മാവിലെ യഥാർത്ഥ ഊർജത്തെയും ശക്തിയെയും ഉണർത്തി. അനന്തന്റെ ഉദ്ദേശം എന്തെന്നാൽ ആ 5 തല സർപ്പത്തിന്റെ രക്തത്താൽ നിർമ്മിതമായ ഈ ദിവ്യഫലങ്ങളിലെ ശക്തി ഉപയോഗിച്ച് അതിവിശിഷ്ടമായ ഒരു മരുന്നുണ്ടാക്കുക എന്നതായിരുന്നു. അതിനിടയിലാണ് തടസ്സം സൃഷ്ടിക്കാൻ നരസിംഹൻ എത്തിയത്. പക്ഷെ താൻ നിന്നിടത്തു നിന്ന് ഒരടി പോലും ചലിക്കാതെ തന്റെ ദൗത്യം അനന്തൻ പൂർത്തീകരിച്ചു. ആരാണ് നീ? വിറയാർന്ന ശബ്ദത്തിൽ നരസിംഹൻ വിളിച്ചു ചോദിച്ചു. ഈ 70-ാം വയസ്സിനിടെ ഒട്ടനവധി യോഗികളെയും ആചാര്യന്മാരെയും മഹാഗുരുക്കന്മാരെയും താൻ കണ്ടിട്ടുണ്ട്. തനിക്ക് വിദ്യ പകർന്നു തന്ന യോഗികളൊക്കെയും വാർദ്ധക്യത്തിൽ പോലും കഠിന പരിശീലനങ്ങളിലൂടെ ആർജിക്കാൻ ശ്രമിക്കുന്ന കഴിവുകളാണ് ഒറ്റയടിക്ക് അനന്തനിൽ കണ്ടത്. പഞ്ചഭൂതങ്ങളെ പോലും തന്റെ അധീനതയിൽ നിർത്തുന്ന അനന്തന്റെ സിദ്ധി അയാളെ ഒരുതരം ഉന്മാദ അവസ്ഥയിൽ എത്തിച്ചു. ഞാൻ ആരായാലും നിങ്ങൾക്കെന്താ? എന്നോട് ഏറ്റുമുട്ടണം, എന്നെ പിഴുതെറിയണം എന്നൊക്കെയല്ലേ അല്പം മുൻപ് പറഞ്ഞത്? എഴുന്നേറ്റ് വരൂ. അനന്തൻ അയാൾക്ക് മുൻപിൽ കൈകൾ കെട്ടി നിന്ന് സംസാരിച്ചു. നരസിംഹൻ ഭയം കാരണം വിറയ്ക്കുന്ന ശരീരവുമായി പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും ആവാത്ത അവസ്ഥയിലായിരുന്നു. അയാൾ ആ നിലത്തിരുന്ന് കൈകൂപ്പി അനന്തനോട് യാചിച്ചു. അരുത്, എന്നോട് ക്ഷമിക്കണം. അങ്ങയോട് മത്സരിക്കാൻ ഞാൻ ആരുമല്ല. അങ്ങ് മഹായോഗിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ തെറ്റുകൾ പുറത്ത് എന്നെ വെറുതെ വിടണം. നരസിംഹൻ തന്റെ അഹങ്കാരമെല്ലാം മാറ്റിവെച്ച് ജീവഭയത്തോടെ യാചിച്ചു. അതെന്തു പറ്റി ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? എന്നെ കൊല്ലണമെന്ന ഉദ്ദേശത്തിലായിരുന്നല്ലോ തന്റെ വരവ്. ഇപ്പൊ എന്തു പറ്റി? അനന്തൻ ചോദിച്ചു. പരിഹസിക്കരുതേ. അങ്ങയെപ്പോലൊരു യോഗിയുടെ മുന്നിൽ നാം ഉയർത്തിയത് തന്നെ മഹാ അപരാധമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കാൻ മാത്രമേ എനിക്കിന് കഴിയൂ. നരസിംഹൻ ദയനീയമായി പറഞ്ഞു. ഇനി ഒരിക്കൽ കൂടി ഇവിടേക്ക് വന്ന് എനിക്കോ എന്റെ പ്രിയപ്പെട്ടവർക്കോ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഞാൻ ഇങ്ങനെ ക്ഷമിച്ചെന്ന് വരില്ല. ഈ അഹങ്കാരത്തോടെ ഇനി ഒരിക്കലും തന്നെ എന്റെ മുന്നിൽ കണ്ടുപോകരുത്. ദൂരെ എവിടെയെങ്കിലും പോയി അഹന്ത വെടിഞ്ഞ് നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കൂ. തന്റെ ശത്രു അതാരായാലും അയാൾ ചെയ്ത തെറ്റെന്തായാലും അയാൾ ഇപ്പോൾ ഇവിടെ ചികിത്സയിലുള്ള ഒരു രോഗിയാണ്. അയാളുടെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും എന്റെ ദൗത്യങ്ങളിൽ തടസ്സമുണ്ടാക്കില്ല എന്ന ഉറപ്പിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം. അനന്തൻ അയാളോട് ക്ഷമിച്ചു എന്ന് കണ്ടതും അയാൾ നിലത്തു നിന്നും പാടുപെട്ട് എഴുന്നേറ്റു. പോകുന്നതിന് മുൻപ് തന്റെ പെട്ടി തുറന്ന് എന്തോ ഒന്ന് കയ്യിലെടുത്തു. ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു, ഇനി ഒരിക്കലും ഞാനോ എന്റെ കൂട്ടാളികളോ അങ്ങയുടെ മാർഗത്തിൽ തടസ്സമായി വരില്ല. പക്ഷേ വിരോധമില്ലെങ്കിൽ എന്റെ ഈ സമ്മാനം അവിടുന്ന് സ്വീകരിക്കണം. അനന്തൻ അയാളുടെ കയ്യിലേക്ക് നോക്കി. ഒരു ചുവന്ന നിറത്തിലുള്ള കല്ല്. ഏത് ശില്പിയാണ് ആ കല്ലിൽ ഇത്രയും പണി ചെയ്ത് മിനുക്കിയത് എന്ന് അനന്തൻ ചിന്തിച്ചു. അതിൽ നിന്നും വരുന്ന പ്രകാശം സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ചാവിയുടെ രൂപം കാണാം. ഇതിലും ഏറെ ഭംഗിയാർന്ന പല രത്നങ്ങളും മാണിക്യവും മുത്തുകളും മറ്റും അനന്തൻ നാഗലോകത്ത് കണ്ടിട്ടുണ്ട്. അതിനാൽ അവൻ ഈ ഒരു കല്ലിന്റെ സവിശേഷതയെ പറ്റി ചിന്തിച്ച് അധികം സമയം പാഴാക്കിയില്ല. അനന്തൻ ഇത്തിരിയെങ്കിലും കൗതുകം തോന്നിയത് ഭൂമിയിൽ ഏത് മനുഷ്യനാണ് ഈ കല്ല് കണ്ടെത്തിയതും അതിന് രൂപം നൽകിയതും എന്ന് മാത്രമാണ്. അനന്തൻ വീണ്ടും നരസിംഹന്റെ നേർക്ക് നോക്കി. നിങ്ങളെന്ന് വന്നതിന് ശേഷം എന്റെ സ്റ്റാഫുകളെ ഭയപ്പെടുത്തുകയും ഇവിടുത്തെ കാര്യങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തില്ലേ? അനന്തൻ ചോദിച്ചു. അതിനെന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്യാം. 1 കോടി രൂപ ഞാൻ ഇപ്പോൾ തന്നെ തന്നേക്കാം. അയാൾ പ്രാണഭയത്തോടെയാണത് പറഞ്ഞത്. വളരെ നല്ലത്. അത്രയും പറഞ്ഞ് അനന്തൻ അവിടെ നിന്നും പോയി. നരസിംഹൻ വേഗം അകത്തു ചെന്ന് തന്റെ ഒപ്പം വന്ന ആളിനോട് ബാഗിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് എടുത്തു തരാൻ പറഞ്ഞു. അയാൾ 2 കാർഡുകൾ എടുത്തു. ഇതില് 50 ലക്ഷവും ഇതിൽ 60 ലക്ഷവും. എന്താ ഇത്രയും അത്യാവശ്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 2 കാർഡുകളും നീട്ടി അയാൾ നരസിംഹനോട് ചോദിച്ചു. സമയം കളയാതിങ്ങ് എടുക്കടോ. അയാളുടെ കയ്യിൽ നിന്നും ആ കാർഡുകൾ വെപ്രാളപ്പെട്ട് വാങ്ങിച്ച് അവിടെ കൗണ്ടറിൽ ഏൽപ്പിച്ച ശേഷം അയാൾ വേഗം തന്നെ അവിടെ നിന്നും പോകാനിറങ്ങി. ഇനിയും അവിടെ നിന്നാൽ അനന്തന്റെ മനസ്സ് മാറുമോ എന്ന ഭയം അയാൾക്കുണ്ടായിരുന്നു. അനന്തൻ അകത്തേക്ക് വന്നതും അരുന്ധതിയും വാസുദേവനും അവന്റെ അരികിലേക്ക് ഓടി. മോനെ, നീ എവിടെ നിൽക്കായിരുന്നു ഇത്ര നേരം?
ആ സ്യൂട്ടിട്ട മനുഷ്യൻ ഇവിടെ നിന്ന് ഗുണ്ടായുസം കാണിക്കുന്നത് കാരണം ഈ നേഴ്സുമാരെയും അനുമോളെയും ഇവിടെ നിർത്തി എനിക്ക് നിന്റെ അരികിലേക്ക് വരാൻ പറ്റിയില്ലടാ. അയാൾ നിന്നെ എന്തെങ്കിലും ചെയ്തോ? വാസുദേവൻ ആദിയോട് ചോദിച്ചു. അയാൾ എന്നെ ഒന്നും ചെയ്തില്ലെന്നേ. അച്ഛൻ വെറുതെ ടെൻഷൻ ആവണ്ട, അനന്തൻ പറഞ്ഞു. ഏട്ടാ, എന്തായിരുന്നു അവിടെ നിന്നും പുകയൊക്കെ വന്നത്? അരുന്ധതി ചോദിച്ചു തീർന്നതും ജോലിക്കാരിൽ ആരോ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു. അയ്യോ സാറ്, നമ്മുടെ തോട്ടം ആകെ കത്തിക്കരിഞ്ഞ് നാശമായല്ലോ. അത് കേട്ട് ഓടിച്ചെന്ന് നോക്കിയ അരുന്ധതിയും വാസുദേവനും മറ്റെല്ലാവരും വിഷമത്തോടെ നിന്നു. അത്രയും പച്ചപ്പുണ്ടായിരുന്ന ആ ഔഷധത്തോട്ടം നിമിഷങ്ങൾ കൊണ്ട് നാമാവശേഷമായിരിക്കുന്നു. ഈ തോട്ടം എങ്ങനെയാ മോനെ കത്തി നശിച്ച്? അല്പം മുൻപ് വരെ തഴച്ചു വളർന്നു നിന്ന മരങ്ങൾ പോലും ഇത്രയും കുറച്ച് സമയം കൊണ്ട് എല്ലാം ചാരമായി മാറിയത് എങ്ങനെയാ? വാസുദേവൻ അത് ചോദിക്കുമ്പോൾ അയാളുടെ ഹൃദയം ഇടറി. അയാൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ആ സസ്യങ്ങൾ. വെടിയേറ്റ് കിടക്കുന്ന വ്യക്തി സത്യത്തിൽ ആരാണ്? നരസിംഹൻ എന്തിനയാളെ തേടി വന്നു? ആ ചുവന്ന കല്ലിന്റെ സവിശേഷത